ഓരോ ദിവസവും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കിയ ദൈവത്തിന്റെ സ്നേഹത്തിനും ദൈവത്തിന്റെ കൃപയ്ക്കും എല്ലാമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് മുന്നോട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. മുന്നോട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ പോകാം. സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നില്ല. നമുക്കൊരു നിമിഷം ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കത്താൽ പലരും എന്നല്ല എല്ലാവരും ഭാരപ്പെടുന്നു. നമുക്കറിയാം, പ്രളയം എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതാണ്, അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വിതയ്ക്കുന്നതാണ്. നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ്, ഇന്ന് കേരളത്തിലായിരിക്കുന്ന ജനങ്ങൾ, കർത്താവ് ഇന്ന് മഴക്കെടുതിയാലും വെള്ളപ്പൊക്കത്താലും കർത്താവ് മറ്റസ്വസ്ഥതകളാലും ഭാരപ്പെടുന്നവരെല്ലാം ഓർത്ത് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ കർത്താവെ, അങ്ങ് പ്രകൃതിയുടെ മേൽ ഒരു കർത്താവെ നിയന്ത്രണത്തെ വെക്കുമാറാണ്. അപ്പോൾ ആ വെള്ളക്കയറ്റങ്ങൾ ശമിച്ച് കർത്താവെ ജനത്തിന്റെ ജീവിതം കർത്താവെ പഴയ പോലെ ആകുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണം. അപ്പം ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അങ്ങ് ജനത്തെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. അപ്പ അവരുടെ ദുഃഖത്തിൽ കർത്താവെ അങ്ങ് സഹായിക്കുന്നല്ലോ. അപ്പൊ അവരുടെ നിലവിളി അങ്ങ് കേൾക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവിന്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. ഇന്നും നമുക്ക് വേണ്ടി വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇന്ന് സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ സിസ്റ്ററെ ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ തുടർച്ചയായിട്ട് കർത്താവിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് കേട്ടു വന്നത്. നമ്മൾ ഇന്ന് മുതൽ 2 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം നമ്മളോട് കഴിഞ്ഞു. ഇന്ന് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലെ വാക്യത്തിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് അതിലേക്കൊന്ന് വേഗത്തിൽ പോകാം. ഞാൻ വേഗത്തിൽ ഇന്ന് ലൈവിൽ ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്. ലൈവ് നിമിഷമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓക്കെ, നമുക്ക് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം. അതിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നിമിഷം ഞാനൊന്ന് സ്ക്രീൻ ഇതായിക്കോട്ടെ, സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ആമേൻ. ദൈവം നമ്മളെ സഹായിക്കുന്ന വൻകൃപയ്ക്ക് നന്ദി പറയുന്നു. വേഗത്തിൽ ഞാൻ ആ വാക്യത്തിലോട്ടത് പോവാണ്. അവിടെ ആദ്യം തന്നെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ നിങ്ങൾ. നിങ്ങൾ നോക്കി, അപ്പം ഇവിടെ കുറച്ചും കൂടെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ അല്ലെ, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വാക്ക് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം. സാത്താന്റെ തന്ത്രങ്ങളിലാണ്, ശക്തിയിലല്ല വിശ്വാസി കുടുങ്ങിപ്പോകുന്നത്, തന്ത്രങ്ങളിലാണ്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആദ്യം വാക്യത്തിൽ പറഞ്ഞു, അവൻ നമ്മളെ തോൽപ്പിക്കരുത്. ഇത് ശ്രദ്ധിച്ചോണേ. അപ്പം സാത്താൻ നമ്മളെ തോൽപ്പിക്കരുതെന്നും അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണമെന്നും പറയാൻ കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ വ്യക്തി ദൈവത്താൽ അഭിഷേകം ലഭിച്ചതാണ്. ആ വ്യക്തിക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യേണ്ടതുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്.
The Holy Spirit loves to do a lot of things in his life. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ ആരാന്നുള്ള ബോധ്യം മറന്നു പോകരുത്. We need to know who we are in Christ. താഴേക്ക് പോരുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാലേ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്ക് വലിയൊരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. When I came to Troas to preach the gospel, a door was open unto me. അടുത്ത വാക്യത്തിൽ പറഞ്ഞത്, എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ എനിക്ക് സ്വസ്ഥതയില്ലാകയാൽ ഞാൻ അവനോട് യാത്ര പറഞ്ഞ് മക്കെദോനിയയിലേക്ക് പുറപ്പെട്ടു. Because I found not the Titus my brother, I went to Macedonia. എന്നിട്ട് പൗലോസ് പറയാണ്, ക്രിസ്തുവേശുവിൽ, അതിന്റെ 14-ാമത്തെ വാക്യം, ക്രിസ്തുവേശുവിൽ എപ്പോഴും ജയോത്സവമായി നടത്തുകയും He been causing me to triumph in Christ always. എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം. He maketh the manifest the savor of his knowledge by us in every place. നിങ്ങൾ നോക്കുക, അപ്പൊ ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, ക്രിസ്തുവേശുവിൽ എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവം. He is making me triumph in Christ. അടുത്ത വാക്യത്തിൽ പറഞ്ഞ, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് കർത്താവിന്റെ സൗരഭ്യവാസന വരുത്തുന്ന ദൈവം. It is manifest a savor of the knowledge of in every place. സിസ്റ്റർ, ഒരു വാക്യം ഞാൻ അയച്ചില്ലായിരുന്നു. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എടുത്ത് വെച്ചേക്കെ. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 5 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ക്രിസ്തുവിന്റെ പരിജ്ഞാനം. 2 കൊരിന്ത്യർ 10 വേഴ്സ് 12 ആണ്. The knowledge of Christ. നിങ്ങൾ ആ വാക്കുകൊണ്ട് കർത്താവിന്റെ പരിജ്ഞാനത്തിൽ, നിങ്ങൾ ആ വാക്കുകൊണ്ട് ക്രിസ്തുവേശുവിന്റെ പരിജ്ഞാനം, knowledge of God, Christ. നോക്കിക്ക, അപ്പൊ ക്രിസ്തുവേശുവിന്റെ ഒരു പരിജ്ഞാനത്തെ പറ്റി പൗലോസ് പറഞ്ഞ വാക്കുകൊണ്ടോ, പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും. The savor of the knowledge of Christ. അപ്പൊ ആരും പറഞ്ഞു സാത്താന്റെ തന്ത്രങ്ങൾ, അത് നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ നിങ്ങൾ. He said that you are not ignorant of his devices, don't let him take advantage. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വിരോധമായിട്ടാണ് പലപ്പോഴും അവന്റെ തന്ത്രങ്ങൾ വരുന്നത്. So it is against the knowledge of God he makes the devices. അപ്പൊ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 10:5 പറയുന്നു, ഞങ്ങളുടെ 4:5 പറയും, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. The weapons we fight, we are not the weapons of the world, but on the contrary, the divine power to demolish strongholds. അടുത്ത വാക്യത്തിൽ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും. So we demolished arguments and every pretensions. അപ്പൊ നമ്മുടെ അകത്ത് വരുന്ന സങ്കല്പങ്ങൾ, അല്ലെ, the imaginations. നോക്കിക്കേ, ഈ ഇമാജിനേഷൻ ആണ് ഇവന്റെ തന്ത്രങ്ങൾ. The imagination is the device of Satan. അപ്പൊ ഒരു വിശ്വാസിയോട് പൗലോസ് പറയുകയാണ്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. So Paul is saying that Satan, don't let him win over you. കൊരിന്ത്യർ നമ്മൾ വായിച്ചു, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയാണ്. So in Corinthians it says the savor of the knowledge of Christ. അപ്പൊ ക്രിസ്തുവേശുവിനെ പറ്റിയുള്ള നോളജിന് വിരോധമായി വരുന്ന ഇമാജിനേഷൻ, anything that comes against any imagination that comes against the knowledge of God. നമുക്കറിയാം, നമ്മുടെ അകത്ത് വരുന്ന ഇമാജിനേഷന് ഭയങ്കര ശക്തിയുണ്ട്. The imaginations that comes inside me has a lot of power. ഒരു ഇമാജിനേഷന് നിങ്ങളെ തളർത്താനും പറ്റും, നിങ്ങളെ ഉയർത്താനും കഴിയും. An imagination can lift you up and put you down. ഇപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വലിയ ചിന്തകൾ വരുവാണ്. So if you're just sitting simply and then you have a lot of thoughts coming in your mind. ആ ചിന്തകൾ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നതുകൊണ്ട്, സന്തോഷിപ്പിക്കുന്നതുകൊണ്ട്. That thoughts can make you sad or happy. അപ്പൊ പിശാചിന്റെ ആയുധത്തിൽ ഒന്നാണ് ഈ ചിന്തകൾ നമ്മളിലേക്ക് ഇടുക. So there are a lot of thoughts coming into our mind is one of his devices. ഉദാഹരണമായിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി എപ്പോഴും പറഞ്ഞ പോലെ, നിങ്ങളിപ്പോൾ ഒരു പ്രതിസന്ധിക്കകത്ത് ആയിരിക്കുവാന്ന് വിചാരിച്ചു. So for example, you are in a great trouble. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുവാണ്. And you are not able to move forward. അപ്പൊ നിങ്ങളുടെ അകത്തോട്ട് ഇങ്ങനെ ചിന്തകൾ അഥവാ ഇമാജിനേഷൻ വരികയാണ്.
There's a lot of imaginations that you're having. ആ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഇനി കയറി വരാൻ കഴിയത്തില്ല എന്നും ആ വിഷയം നിങ്ങളെ കവർ ചെയ്യുമെന്നും നിങ്ങൾ അത് തകർന്നു പോകുമെന്നും എന്നൊക്കെയുള്ള കുറെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. So a lot of imaginations comes that I cannot go forward. I don't think I'll come out of this. ഇതിനാണ് ഈവിൾ തോട്ട്സ് എന്ന് പറയുന്നത്. This is called as evil thoughts. ഇപ്പൊ നിങ്ങൾ പറയണില്ല എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ രക്ഷപ്പെടും. No, you're saying no. Through His strength I can overcome this. അപ്പൊ നിങ്ങൾ ഈ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഈ രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ when you are saying that I can overcome this according to the strength of God, എങ്ങനെയാണ് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത്? so how are you going to get out of it? അപ്പൊ അത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. So you just have to imagine how you're getting out. ഞാൻ പറഞ്ഞല്ലോ പിശാചിന്റെ ആയുധം ഈവിൾ തോട്ട്സ് ആണ്, ഇമാജിനേഷൻ ആണ്. The devices of the devil is the imagination, evil imagination. നിങ്ങളുടെ അകത്തോട്ട് ഈവിൾ തോട്ട്സുകളെ കൊണ്ടുവന്നിട്ട് അതൊരു ഇമാജിനേഷനിലേക്ക് കൊണ്ടുവരികയാണ്. So he brings a lot of evil thoughts and make it into evil imagination. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം പറയുമ്പോൾ ആ വചനത്തിന്റെ അകത്ത് നിങ്ങളുടെ ഇമാജിനേഷനിലേക്ക് നിങ്ങൾ കയറി വരണം. So when you say the Bible verses, declare the Bible verses, you have to bring in the good imagination. അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം പറയുന്നു ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കത് ചെയ്യാൻ കഴിയും. The knowledge of God says according to the power strength I can do it. അപ്പൊ ഇത് നിങ്ങൾ പറയുമ്പോൾ വെറുതെ പറയരുത്. കാര്യം നിങ്ങളുടെ അകത്തൊരു ഇമാജിനേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. പരാജയപ്പെട്ടു പോകും, നിരാശപ്പെട്ടു പോകും, തകർന്നു പോകും, രക്ഷപ്പെടത്തില്ല എന്നുള്ള കുറെ ഇമാജിനേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. A lot of imagination that I won't get out, I can't do this, I won't be able to do it. So when you say the Bible verse, you have to imagine. അപ്പൊ നിങ്ങൾ ഈ ഇമാജിനേഷനെ നോക്കിക്കൊണ്ടാണ് ഈ വചനം പറയുന്നത്. പിശാചിന്റെ ഈവിൾ തോട്ട്സിനെ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ വചനം പറയുന്നതെങ്കിൽ if you say the Bible verse based on the thoughts that the devil gave, നിങ്ങൾ അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകും. then you will be trapped in his devices. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അവൻ നിങ്ങളെ തോൽപ്പിക്കരുത്. So that's what the Paul is saying. Don't let him win over you. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. You have to think like this. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ അത് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കണം. I can do all things through the power of Jesus Christ. You have to think like that. നിങ്ങൾ അത് ചിന്തിക്കുമ്പോൾ when you think like that, നിങ്ങൾ വാർഫെയർ ചെയ്യുകയാണ്. നോക്കിക്കേ, you are doing the warfare by the thoughts. നോക്കിക്കേ, പൗലോസ് പറഞ്ഞു നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ. അതിന്റെ അർത്ഥം അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിന്റെ സാമഗ്രികളൊന്നും മാനുഷികമായിട്ടുള്ള കൊന്തോ വാളോ ഒന്നുമല്ല. Our warfare is not by any of the machinery or anything. ഞങ്ങളുടെ ആയുധം ദൈവവചനത്തിന്റെ അകത്തുള്ള ക്രിസ്തുവിലുള്ള പരിജ്ഞാനമാണ്. So our weapons are the warfare with because of the knowledge of God. അപ്പൊ ഞങ്ങളുടെ അകത്ത് വരുന്ന സങ്കല്പങ്ങളെ അതുകൊണ്ട് ഇടിച്ചു കളയുന്നതാണ് വാർഫെയർ എന്ന് പറയുന്നത്. With the imaginations I demolish the strongholds. അപ്പൊ പിശാചിന്റെ തന്ത്രം എന്താണ്? What is the device of the devil? ഒരു രോഗം വരുമ്പോൾ ഉടനെ അവൻ തന്ത്രം, അവന്റെ ചിന്ത നിങ്ങളിലേക്ക് വിതയ്ക്കും, നിങ്ങൾ മരിക്കും. When a disease comes, he will come into the imagination and say you're going to die. അപ്പൊ നിങ്ങൾ വചനം പറയുവാണ് യേശുവിന്റെ അടിപ്പിണറായി സൗഖ്യം വന്നു. പക്ഷെ ഈ മരണം കണ്ടോണ്ട് ഈ വചനം പറയുന്നത് വിചാരിച്ചു. Then you say the Bible verse, by his stripes I'm healed, by his stripes I'm healed, but you're looking at the death. കേട്ടോ, അപ്പൊ നിങ്ങൾ ഈ മരണത്തെ കണ്ടോണ്ടാണ് പറയുന്നതെങ്കിൽ അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകും. But if you look at death and say the Bible verse, you will be trapped in it. നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ്. You're fighting. നിങ്ങൾ സൗഖ്യമായതിനു ശേഷം എന്തെല്ലാം ക്രിസ്തുയേശുവിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾ വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങണം. So imagine what you are going to do the same time after you get healed. That is what you're going to see when you say the Bible. നോക്കിക്കേ, നമ്മുടെ ഇമാജിനേഷന്റെ അകത്തൊരു വാർഫെയർ നടക്കുന്നുണ്ട്. കണ്ടോ, in the imagination there is a warfare. അതുകൊണ്ടാണ് പലരും വചനം പറയുമ്പോൾ തളർന്നു പോകാൻ കാരണം. So that's why we say the Bible verse and we are tired. കാര്യം അവര് ഈ ഇമാജിനേഷനെ കണ്ടോ, ഇമാജിനേഷന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഈ വചനം മൊത്തം പറയുന്നത്. So you're saying the Bible verses based on the bad imaginations. അപ്പൊ ഈ ഇമാജിനേഷന്റെ അകത്ത് നിന്നുകൊണ്ട് വചനം പറയുമ്പോൾ when you say the verses based on this imagination, നിങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം കയറാൻ കഴിയത്തില്ല. you can go over a level. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കുക, പൗലോസ്ലീഹ പറയുകയാണ് ക്രിസ്തുയേശു ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നു. ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. Always
always triumph in Christ. That's what അപ്പം it says. അപ്പം മനസ്സിലൊരു ചിന്ത വരണം, എപ്പോഴും എനിക്ക് ജയമുണ്ടാവും. So you have to come and think always, I will be always triumphing. എന്റെ കൂടെ ഒന്ന് പറഞ്ഞു, എനിക്ക് എപ്പോഴും ജയമാണെന്ന് പറ. You always say this, I will be overcoming it. അപ്പൊ നിങ്ങളുടെ അകത്ത് പരാജയം എന്നുള്ളത് കേറരുത്. In your mind there should not be any defeat. അപ്പൊ നിങ്ങളുടെ മനസ്സ് പറയുകയാണ്, ബ്രദറെ ചിലപ്പോ പരാജയപ്പെടാൻ സാധ്യതയില്ലേ? So your mind will say that, brother, I can be defeated too. ദൈവം പറഞ്ഞു കഴിഞ്ഞു, ക്രിസ്തുവേശുവിൽ എപ്പോഴും ജയോത്സവമാണ്. God says that you're always triumph in Christ. പക്ഷെ അപ്പൊ നമ്മുടെ മനസ്സിൽ ഇമാജിനേഷൻ പറയുന്നത്, പക്ഷെ എപ്പോഴും ജയം ഉണ്ടാവുമോ? So our imagination says, well, how can I be? കണ്ടോ, ഇതാണ് യഥാർത്ഥ യുദ്ധം എന്ന് പറയുന്നത്. That's the real warfare. ഇതാണ് യഥാർത്ഥ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. This is the device of the devil. പൗലോസ് പറഞ്ഞ വാക്കുകൊണ്ട്, നിങ്ങൾ പിശാച് നിങ്ങളെ തോൽപ്പിക്കരുത്. You see, Paulus says that Satan should not defeat you. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ തോൽക്കുന്നത്? When will you get defeated? നിങ്ങൾ തോൽക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ചിന്തയെ കയറി പിടിച്ചാൽ. So if you think that I may be defeated, ഇല്ല, ഞാൻ 100% പോലും തോൽക്കാൻ സാധ്യതയില്ല, 100% എനിക്ക് ഉറപ്പാണ്, ക്രിസ്തു യേശുവിൽ എനിക്ക് എപ്പോഴും ജയത്തിന്റെ ഉത്സവമാണ്. I am 100% sure that I am always triumphing in Christ. എന്തുകൊണ്ട്? Why? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നതിന്റെ കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്, അല്ലേ? Do you know that we get defeated because of the atmosphere? ഒന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് സമാധാനത്തെ ഉണ്ടാക്കിയെടുത്തു. Because Colossians 2nd verse 10 and 120. 120. Okay. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് സമാധാനത്തെ ഉണ്ടാക്കിയെടുത്തു. കണ്ടോ? So, and having made peace through the blood of his cross. അടുത്ത വാക്യത്തിൽ, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലതും തന്നോടുകൂടെ നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. So he will reconcile. It doesn't matter if in the things in the earth or in the things in the heaven. അതിന്റെ അർത്ഥം, ഇനി ഭൂമിയിലുള്ളതിനോ സ്വർഗത്തിലുള്ളതിനോ നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. So whatever is things in the earth or in the heaven cannot make you defeat. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, ക്രിസ്തുവേശുവിൽ എപ്പോഴും ജയമാണ്. So that's why the Paul says that is always. എന്തുകൊണ്ടെന്നല്ലേ, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഉടമ്പടി, അങ്ങോട്ടും ഇങ്ങോട്ടും നിരപ്പിന്റെ ശുശ്രൂഷ കഴിഞ്ഞു. Because of the blood I am reconciled. ഇനി നിങ്ങളെ തൊടണമെങ്കിൽ യേശു ക്രിസ്തുവിനെ പരാജയപ്പെടുത്തണം. If Satan has to touch you, he has to defeat Jesus. കണ്ടോ? അപ്പൊ നിങ്ങളുടെ അകത്ത് ഇമാജിനേഷൻ വരുമ്പോ, So when your imaginations comes into your thoughts, പരാജയത്തിന്റെ നിരാശയുടെയും ദുഃഖത്തിന്റെയും ചിന്ത വരുമ്പോ, when it comes to depression and sadness and everything, ഇത് വരുമ്പോ തന്നെ മനസ്സിലാക്കിക്കോണം, ഇത് പിശാചിന്റെ ചിന്തയാണ്. you should think that, okay, this is from the devil. അപ്പൊ എന്റെ മനസ്സിലല്ലേ ബ്രദറെ ഇത് വരുന്നത്? Brother, it comes into your mind. അതെ, നിങ്ങളുടെ മനസ്സിനൊരു കുഴപ്പമുണ്ട്. ഇതൊരു ഓപ്പൺ എന്താ പറയുന്ന ഒരു സർക്കിളാണ്. Your mind is open into the atmosphere. അതായത് നിങ്ങൾക്ക് ആർക്കും എന്തും കൊണ്ട് വിതയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ ഹൃദയം. Your heart is, anybody can sow any seed in that. അതുകൊണ്ടാണ് വചനത്തിൽ ഒരു സ്ഥലത്ത് പോലും ഹൃദയത്തിന് പൂട്ടിടാൻ പറയുന്നില്ല. So it doesn't say that don't close your heart. കാര്യം നമ്മുടെ ശരീരത്തിന്റെ അകത്താണ് നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത്. In our body the thoughts works. ഇതുകൊണ്ടാണ് നമ്മുടെ ജഡ മനസ്സെന്നൊരു വാക്ക് അവിടെ വന്നിരിക്കുന്നത്. That's why it says about നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ട്, if our body is not redeemed, അതുകൊണ്ടാണ് ജഡ മനസ്സെന്ന് പറയുന്നത് അവിടെ. It's called as the mind of body. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസവും വിശ്വാസവും വരുന്നത്. That's why we get a faith and doubt. അപ്പൊ ഇതിനെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. So we have to be very careful. അപ്പൊ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണേ. Listen to this one. ഇപ്പൊ ഇങ്ങനെ വരുന്ന ഇമാജിനേഷനെ നിങ്ങൾ ഇടിച്ചു കളയുന്നത് എങ്ങനെയാണ്? How do you demolish these imaginations? നിങ്ങളുടെ അകത്തുള്ള പരിജ്ഞാനത്താല്. Because of the knowledge of God. പരിജ്ഞാനം പറയുന്ന ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു.
The knowledge of God says that based on the blood that he shed on the cross, it being peace, it is reconciled the peace. അടുത്ത വാക്യത്തിൽ പറയുന്നത് മുമ്പേ നിങ്ങൾ നിങ്ങളെ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ കർത്താവിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ യേശു നിരപ്പിച്ചു. കണ്ടോ? Because of the body of his flesh through death, he present you as a holy and unblameable and unprovable in his sight. അതിന്റെ അർത്ഥം യേശുവിന്റെ മരണം എന്നെ ദൈവത്തോട് നിരപ്പിച്ചു. So the death of Jesus has been reconciled with God. ഇനി ഒന്നിനും എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. Nothing can defeat me. ഇത് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുവല്ല. I am not motivating you. നിങ്ങൾ പരാജയപ്പെടുമെന്ന് പറയുന്നത് പിശാച് മാത്രമാണ്. You will get defeated. Satan is the one who is saying it. കാര്യം ബൈബിൾ പറയുന്നു ക്രിസ്തു യേശുവിൽ എപ്പോഴും എന്നെ ജയത്തിന്റെ ഉത്സവത്തിൽ നടത്തും. But because God says that I will be always triumph in Christ. നോക്കി, അപ്പൊ ക്രിസ്തു യേശുവിൽ ഒരു ജയാളിയാണ് നിങ്ങൾ. So you are victorious in Christ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ വാർഫെയറിനെ ജയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, How do you get victory on the warfare? നിങ്ങളുടെ ഇമാജിനേഷനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. Your imagination needs to be developed. ക്രിസ്തുവിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇമാജിനേഷനെ നിങ്ങൾ കാണണം. When you are in Christ, you have to imagine. ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് many days ago, ഞാൻ ക്രിസ്തുവിലായിരിക്കുന്ന സമയത്ത് when I was in Christ, ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയ ആ ഒരു സുവിശേഷം പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയ ടൈമില് the beginning days of my ministry, എന്റെ അകത്തൊരു വിഷൻ ഉണ്ടായി. I got a vision. വിഷൻ ഞാനിപ്പോ വിശ്വസിക്കുന്നു അന്നൊരു ആഗ്രഹമായിരുന്നു, പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായത് ഒരു വിഷൻ ആയിരുന്നു. That time I thought it was my wish, but now I think it is a vision. എന്താണ് ഈ വിഷൻ ഞാൻ പറഞ്ഞു തരാം. I'll tell you what is a vision. ലോകമെമ്പാടും കർത്താവിന്റെ നാമത്തിൽ കൂടി, അതായത് നമ്മുടെ ഈ ട്രൂ ലൈറ്റ് ടു ജനറേഷൻ എന്നുള്ള ദൈവം തന്ന വെളിപ്പാട്, the revelation that gave me about true light generation, അനേക ജനറേഷൻ ലോകമെമ്പാടും എണീക്കുന്ന ഒരു കാഴ്ച. I'm seeing a lot of generation rising up. ലോകമെമ്പാടും കൂട്ടങ്ങളായി അവർ വളരുന്ന ഒരു കാഴ്ച. So I see that a lot of groups across the world. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു എല്ലായിടത്തും ഒരു സഭ സ്ഥാപിക്കുന്ന കുറെ പേര് കൂടുന്ന കാഴ്ചയല്ല. It's not like there is a ministry in one every place or so many churches in different place. അപ്പോസ്തല പ്രവൃത്തിയിൽ പോലെ അവിടെ കൂടി വന്നിരിക്കുന്നവർ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനറേഷനെ എണീപ്പിച്ചവര്. So the group of people that has been here and they are working towards the kingdom of God. അപ്പൊ ഞാൻ എപ്പോ പ്രാർത്ഥിച്ചാലും എന്റെ മനസ്സിന്റെ അകത്ത് പെട്ടെന്ന് പിശാച് കൊണ്ടുവന്ന ചിന്തകളോടും വണ്ടിക്കൂലി ഇല്ല, മീറ്റിംഗിന് കാശില്ല, അതില്ല, ഇതില്ല, 100,000 പ്രശ്നങ്ങൾ എന്റെ മനസ്സിൽ കൊണ്ടുവന്നിടും. When I think about this, whenever I imagine this one, devil will come and say, you don't even have money to go into your car or anything. അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ തുടങ്ങി. So whenever I was praying in tongues, I used to see this. പലയിടങ്ങളിലും ആളുകൾ ഇങ്ങനെ കൂടി വരുന്ന കാഴ്ചകൾ. I see that a lot of people are grouping in different places. പോകാൻ പറ്റാത്തോടത്ത് ഇങ്ങനെ സ്ക്രീനുകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ കാണാൻ തുടങ്ങി. If I am not able to go there, I can see people praying in front of the screen. അതായത് ഇത് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് 2013 കാലഘട്ടത്തിലാണ്. It is in 2013. എന്നാൽ 2025 കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പൊ അത് കാണാൻ പറ്റിയല്ലേ? So, but in 2025, we were able to see that. കണ്ടോ? അപ്പൊ പിശാച് നമ്മുടെ അകത്ത് നിരാശകളുടെ ചിന്തയിടുമ്പോ, so when Satan brings in the depression thoughts, നിങ്ങൾ ദൈവത്തിലുള്ളതിനെ കാണാൻ തുടങ്ങിയാൽ, ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്താൽ, so we have to see what is in God. നിങ്ങൾ പിശാചിനോട് ഫൈറ്റ് ചെയ്യുകയാണ്. Then you are fighting with the devil. അവന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. He cannot touch you. എന്നാൽ നിങ്ങളുടെ ഇമാജിനേഷനിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. But through your imagination, he can bring you into defeat. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നിരാശകൾ വരുമ്പോൾ ഓർത്തോണം, പിശാച് ആക്റ്റീവ് ആയിരിക്കുന്നു. So when you are praying and you are getting depressed, think like this: the Satan is becoming അവനെ നിങ്ങളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ തകർക്കാനോ കഴിയത്തില്ല. He cannot do anything. He cannot kill you. He cannot do anything. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെ ക്രിസ്തുവിൽ ആരാന്നുള്ള ചിന്തയിൽ നിന്നും താഴേക്ക് ഇറക്കാൻ പറ്റും. But he can do one thing. He can bring you from the knowledge that who you are in Christ. നോക്കിക്കേ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15 പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കർത്താവ് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമാക്കിയ കാഴ്ചയാക്കി. He spoiled principalities and powers and he show off them openly, triumphing over it. അപ്പൊ ഇമാജിനേഷന് ഭയങ്കര പവർ ഉണ്ട് പ്രിയരെ.
Imagination has a lot of നിങ്ങൾ power. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞിന്റെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, മോന്റെ കൊച്ചിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. For example, you are praying for your child's matter. നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ പറയുകയാണ്, കർത്താവെ ജാതികളുടെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയെ യഹോവ അങ്ങനെ അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട ഞാൻ കാണുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. You keep on saying the Bible verses for your child. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആ കുഞ്ഞിപ്പൊ കടന്നു പോകുന്ന സിറ്റുവേഷനെയും നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷനെയും പെട്ടെന്ന് മനസ്സിലേക്ക് വരും. Suddenly, what is present situation comes to your mind. അപ്പൊ നമ്മളിത് കണ്ടുകൊണ്ടാണ് ഈ വചനം എല്ലാം പറയുന്നത്. You are saying the Bible verses based on the present situation in your imagination. പ്രിയൊരു കാര്യം ഓർത്തോണം, ഈവിൾ തോട്ട്സ് വരുന്നത് യുദ്ധത്തിന്റെ ആണ് കാണിക്കുന്നത്. So when that thought, evil thought, is the sign of a fight. അപ്പൊ നിങ്ങൾ അതിനെ നോക്കി വചനം പറയുന്നതെങ്കിൽ So when you look at that and say declare the verses, നിങ്ങൾ ചെല്ലാൻ പോകുന്നത് അതിലേക്കാ. so but you will go into that same path. എന്തുകൊണ്ട് അത് പറയാൻ കാരണം? Do you know why I said that? കൊരിന്ത്യർക്കെതിരെ 10-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും അഥവാ ഇമാജിനേഷനും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്നതിനെയൊക്കെ ഇടിച്ചു കളഞ്ഞു. കണ്ടോ? Because he said in the Corinthians that you will demolish the imaginations. അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് വരുന്ന ഈവിൾ തോട്ട്സ് ഒരു കോട്ടയാണ്. It is a stronghold, the imagination that you have. അപ്പൊ നിങ്ങൾ വചനം പറയുമ്പോൾ ഈ കോട്ടയ്ക്കകത്തിരുന്നുകൊണ്ടാണ് ഈ വചനം പറയുന്നത്. You are saying the Bible verses sitting in that stronghold. അതിനെ ഇടിച്ചു കളയുന്നത് എങ്ങനെയാണ്? How do you demolish that? നിങ്ങൾ തിരിച്ച് കാണാൻ തുടങ്ങണം വചനം പറയുമ്പോൾ. Now you imagine what ആ തലമുറയുമായിട്ട് ആരാധനയ്ക്ക് വന്ന് ഒരുമിച്ചിരുന്ന് ആരാധിക്കുകയും തലമുറ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ട് വചനം പറയുമ്പോൾ, so when you say that what you expect, that you have to look at that, imagine that, and then say that നിങ്ങൾ അവന്റെ കോട്ടകളെ ഇടിച്ചു കയറുകയാണ്. Then you demolish the strongholds and go up. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഏത് വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നു. കണ്ടോ? That's why he said every imaginations I am bringing unto the obedience of God. അപ്പൊ ഇനി മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, ഇപ്പൊ രോഗികൾ പ്രാർത്ഥിക്കുമ്പോൾ when anybody is sick, പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്ത വരും. Suddenly thoughts comes to your mind. നിങ്ങൾ സാക്ഷ്യം പറയുന്നൊന്നും അല്ല വരുന്നത്. Not what you are going to testify. നിങ്ങൾ സൗഖ്യമാണെന്നൊന്നും അല്ല വരുന്നത്. Not what you are healed. നിങ്ങൾ വരുന്നത് മുഴുവനും മരിക്കുന്നതായിരിക്കും കാണുന്നത്. You are seeing death. ആ വേദന കൂടി ഡോക്ടറൊക്കെ പോകുന്നതായിരിക്കും കണ്ടോണ്ടിരിക്കുന്നത്. You are seeing that the pain has increased and അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ഈ വചനം പറയുന്നതെങ്കിൽ you are seeing that and saying the Bible. നിങ്ങൾ കോട്ടയ്ക്കകത്തിരുന്ന് വചനം പറയുന്നു. If you are sitting in the stronghold and saying the Bible. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. The issue is that if you are in the stronghold, you can go forward. ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ, ആ പിശാചേ നിന്റെ പ്രവൃത്തി എന്നെ കടത്താൻ പോകുന്നല്ലേ, നിന്റെ ആഗ്രഹം അല്ലേ? You have to say, Satan, you are trying to defeat me. അപ്പൊ നിങ്ങൾ ഉടനെ കാണുവില്ല, ഞാൻ കാണാൻ വേണ്ടി പോവാണ്, കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എൻ്റെ അതിൽ പെട്ടെന്ന് ഒരു ദൈവിക സ്പർശനം എനിക്ക് ഉണ്ടാകുന്നതായിട്ടും, അല്ലെങ്കിൽ ദൂതന്മാർ എന്നെ തൊടുന്നതായിട്ടും, അല്ലെങ്കിൽ ഞാൻ മൈക്കെടുത്തുകൊണ്ട് യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് സാക്ഷ്യം പറയുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ സൗഖ്യമായി കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇമാജിനേഷനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. Whatever you are going to do after you are getting healed, that's what you are going to see and declare the verse. ഇതുകൊണ്ടാണ് പല വിശ്വാസികൾക്കകത്തും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വചനം പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതിന്റെ കാരണം ഈ സ്ട്രോങ് ഹോൾഡിന്റെ അകത്ത് ട്രാപ്പായി കിടക്കുവാണ്. Because that's why you're not going to go forward, because you are praying inside the stronghold. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മാറ്റം കാണാത്തതിന്റെ കാരണം You are praying for your daughter or son, but you are not seeing anything. നിങ്ങൾ കാണുന്നതിനെ ഇടിച്ചു കളയാത്തത് കൊണ്ടാണ്. Because you are not demolishing what you are seeing. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വചനം പറഞ്ഞിട്ടും കയറി വരാൻ കഴിയാത്തതിന്റെ കാരണം കോട്ടകൾ ഇടിക്കുന്നില്ല. You are saying the Bible verse, but you are still not healed. അപ്പൊ കോട്ടകൾ എന്താ പറയുന്നത്? നിങ്ങൾ നിരാശപ്പെടുമെന്നും പരാജയപ്പെടുമെന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. What is a stronghold that you are saying that I am depressed, I cannot come out? അവിടെയാണ് നിങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. Then you bring the knowledge of the God and you operate in that. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി എല്ലാത്തിലും നിരപ്പ് വന്നിരിക്കുന്നു. Based on the blood that he shed, you became reconciled with everything. ഞാൻ പരാജയപ്പെടത്തില്ല.
I will not be defeated. പക്ഷെ സാഹചര്യം നോക്കിയാൽ ഞാൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. But if I see the circumstances, yeah, I'm going to be defeated. പക്ഷെ ഒരു കാര്യം ഉറപ്പാ പ്രിയരെ, കർത്താവിലുള്ള നിങ്ങൾ ആരാന്നുള്ള ബോധ്യം നിങ്ങൾ കാണണം. You have to imagine who you are in Christ. നിങ്ങൾ കാണുന്നത് പറയണം. What you see, you have to say. ഞാൻ പണ്ട് പറഞ്ഞൊരു സാക്ഷിയോട് ചേർത്ത് വെക്കുവാണെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടുമായിരിക്കും. I'm saying one more testimony. ഞാൻ പണ്ട് പറഞ്ഞിരുന്ന എനിക്ക് കിട്ടിയ ഒരു ബുക്കിന്റെ അകത്തൊരു ദേവദാസൻ എഴുതിയൊരു ടെസ്റ്റിമണിയാണ് ഞാൻ കണ്ടത്. I saw a testimony in a book that a brother gave me. ക്യാൻസർ രോഗിയായിട്ട് ഭാരപ്പെട്ട ഒരു മാതാവ്, when a mother was sick with cancer, ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. Doctor said nothing to do, you can take home. അപ്പം ഈ സഹോദരി ആന്റിക്ക് ഭയങ്കരമായ നിരാശ വന്നു. കാരണം ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നില്ല, ഇനി ഏത് സമയം മരണം സംഭവിക്കാം. This woman became very depressed and she was going to die. അപ്പൊ അവരെ കാണാൻ വേണ്ടി കസിൻസും മറ്റു ആൾക്കാരും ഒക്കെ വരാൻ തുടങ്ങി. A lot of people came to see her. ഇവരെല്ലാം എനിക്കറിയാം, ചുരുക്കി പറയുവാണ്. എന്നാൽ വന്ന ഒരാൾ ഇവർക്കൊരു ബുക്ക് കൊടുത്തു. The person who came gave her a book. ആ ബുക്ക് ഉള്ളത് ക്രിസ്തുയേശുവിലുള്ള രോഗസൗഖ്യത്തെ പറ്റി ഒരു ബുക്കായിരുന്നു. So it was a book how you can get healed through Jesus. അപ്പൊ അതായത് ഈ ബുക്കിന്റെ അകത്ത് ആ ബുക്കിനെ പറ്റി മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുക. In this book it is talking about the other book. അപ്പം ഒറ്റപ്പെടലിന്റെ നടുവിൽ ഈ സഹോദരി ബുക്ക് വായിക്കാൻ തുടങ്ങി. So she is reading the book. അപ്പൊ ആ ബുക്കിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. And the book says like this. യേശുക്രിസ്തുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നല്ലോ. By his stripes you അപ്പം are healed. അപ്പം ഇത് പറയുന്ന വ്യക്തി സൗഖ്യമായിരിക്കുന്നു പറഞ്ഞു. The person who says is being healed. അപ്പൊ ആ ബുക്കിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത് ഒരു ഡയറിയിൽ എഴുതാൻ പറഞ്ഞു. So the book says that what are you going to do after you get healed? എന്നിട്ട് സൗഖ്യമായ വ്യക്തിയെ പോലെ പെരുമാറാൻ പറഞ്ഞു ബുക്കിൽ. So act as if you are healed. കാര്യം വിശ്വാസം എന്ന് പറയുന്നത് കാണുന്നതിനെ അല്ല, കാണാത്തതിന്റെ ഉറപ്പാണ്. The faith is not what you see, it is of unseen. അപ്പൊ ഈ ആന്റി ഒരു ബുക്ക് എടുത്തിട്ട് എഴുതാൻ തുടങ്ങി. This auntie started writing. ഡോക്ടർ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ ജീവിക്കത്തില്ല. The doctor said you won't live after 6 months. എന്നാൽ ഈ ആന്റി ഒരു 10 മാസം കഴിഞ്ഞ് എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നതല്ലേ എഴുതാൻ തുടങ്ങി. So she wrote down what she's going to do after 10 months. ഞാൻ എന്റെ മൂത്ത മകളുടെ വീട്ടിൽ അതായത് ഡിസംബർ മാസം 10-ാം തീയതി പോകും. I will go to my elder daughter's house on December 10th. അടുത്ത വർഷം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി 10 ദിവസം താമസിക്കും. Next year I will go to this place and stay for 10 days. ഞാൻ അതിനുശേഷം ഇന്ന മാസം ഇന്നതൊക്കെ ചെയ്യും. After this month I will do this. അപ്പൊ ഇങ്ങനെ 1-2 വർഷത്തേക്കുള്ളതെല്ലാം ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി. He wrote it for 2 years. എന്നിട്ട് വരുന്നോടെല്ലാം പറഞ്ഞു തുടങ്ങി ഞാൻ സൗഖ്യമായെന്ന് പറഞ്ഞു. For whoever comes they say that എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ശരീരം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. Every day the body is becoming weaker and weaker. പക്ഷെ ദൈവത്തിന്റെ വചനത്തെ പറഞ്ഞുകൊണ്ട് കാണാൻ തുടങ്ങി. സൗഖ്യമായിട്ട് വേണം സൗഖ്യം. ഞാൻ അടുത്ത വർഷം എല്ലാ ദിവസവും തുടങ്ങി. 8-ാം തീയതി മോളുടെ അടുത്ത് പോകും യേശുവിന്റെ നാമത്തിൽ, 10-ാം തീയതി ഞാൻ ഇന്ന സ്ഥലത്ത് പോകും, 9-ാം തീയതി ഇന്ന സ്ഥലത്ത് പോകും, ഇങ്ങനെ ഓരോ ദിവസം പറയാൻ തുടങ്ങി. Every day she used to say that I will be going to that place, I will be going to this place, on that year, on this year. ആൾക്കാരെല്ലാം ഓർത്ത് സഹോദരിക്ക് എന്തോ മാനസിക രോഗം ആരംഭിച്ചു എന്ന് വിചാരിക്കാൻ തുടങ്ങി. Everybody thought she gone crazy. ഇത് മാനസിക രോഗമല്ല, ഇതാണ് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണത്. This is not a mental illness, this is the evidence of things that is not seen. ഞാനിത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യുവാണ്. I'm going to close this here. ലാസ്റ്റത്തെ ചെക്കപ്പിൽ Last checkup, ഡോക്ടർ അതിശയിച്ചു പോയി. the doctor became surprised. 6 മാസം ജീവിക്കുമെന്ന് പറഞ്ഞ ആള് ക്യാൻസറിനാൽ The person who was going to live only 6 months in ഒരു cancer, തരി പോലും ക്യാൻസർ ബോഡിയിലില്ല. not a single drop of cancer was there in her body. എന്താണ് അവിടെ സംഭവിച്ചത്? What happened there? രോഗത്തിന്റെ ഇമാജിനേഷനെ, മരണത്തിന്റെ ഇമാജിനേഷനെ തകർത്തിട്ട് ജീവന്റെ ഇമാജിനേഷനെ ഓപ്പൺ ചെയ്തു. അവിടെ The imagination of the disease, the imagination of the death was demolished and the life came in there. ഇതാണ് പൗലോസ് പറയുന്നത്, അവന്റെ വിചാരങ്ങളെ പിടിച്ചടക്കുന്നു. So that's why he says that I capture every thought. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പൊ പറയുക. ഈ ദിവസങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ നിങ്ങൾ രോഗത്താൽ മരിക്കത്തില്ല. You will not die those who are sick. നിങ്ങൾ കടന്നു പോകുന്ന കടഭാരത്തിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല. The death that you are facing, you will not be destroyed. നിങ്ങളുടെ വീട് ജപ്തിയിൽ പോകത്തില്ല. Your house will not go into death. നിങ്ങളുടെ തലമുറ നശിച്ചു പോകത്തില്ല. Your children will not be destroyed. നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായി തീരും. Your family will be blessed. ഇത് സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല, പരിശുദ്ധയാത്മാവിനാൽ നടക്കും.
This is not by might or power, but by the Holy Spirit. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ. Let's pray. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Thank you. അല്പനേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പരിശുദ്ധാത്മാവേ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവെ, അസാധാരണമായ അങ്ങയുടെ വിശ്വാസത്തെ എൻ്റെ അകത്തിങ്ങനെ നിറയ്ക്കണം. അസാധാരണമായ വിശ്വാസം കർത്താവെ, അങ്ങയുടെ വിശ്വാസത്തെയും അങ്ങയുടെ കൃപകളെയും എൻ്റെ ഉള്ളത്തിൽ ഓവർഫ്ലോയിലേക്ക് എന്നെ കൊണ്ടുപോകണം. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ, നിങ്ങളായിരിക്കുന്ന എല്ലാ മേഖലയ്ക്കകത്തും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം വെളിപ്പെടുവാൻ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി എന്നിൽ നിറയ്ക്കണേ അപ്പ, അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണേ അപ്പ. ഇത് പോരാ കർത്താവേ, അമിത ബലത്താൽ എന്നെ നിറയ്ക്കണമേ. 1-2 മിനിറ്റുകൾ നമുക്കൊന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. 1-2 മിനിറ്റുകൾ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഓ ഷേലബ നാറിയ തേരിക മാസക നാറിയ. ഇമാജിനേഷനിൽ ഇടിയട്ടെ അപ്പ, രോഗത്തിന്റെ ഇമാജിനേഷൻ ഇടിയട്ടെ, നിരാശയുടെ ഇമാജിനേഷൻ ഇടിയട്ടെ കർത്താവെ. തകർന്നു പോകുമെന്നും മരിച്ചു പോകുമെന്നുള്ള ഇമാജിനേഷനുകളെ ഇടിച്ചു കളയുന്നു. എല്ലാ ഈവിൾ തോട്ട്സുകളെയും ഞങ്ങൾ ഇടിക്കുന്നപ്പ, എല്ലാ അൺബിലീഫിനെ ഞങ്ങൾ ഇടിക്കുന്നപ്പ, എല്ലാ സംശയ വിചാര പിറുപിറുപ്പുകളെ ഞങ്ങൾ ഇടിച്ചു കളയുന്നു. എന്റെ പ്രിയരെ, നിങ്ങൾ പെരക്കകത്ത് കയറി ഇരിക്കാനുള്ളവരല്ല, പുറത്തിറങ്ങി യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉള്ളവരാണ്. പഞ്ചായത്ത് വിട്ട്, ജില്ല വിട്ട്, രാജ്യം വിട്ട്, ലോകം മുഴുവൻ പോകാനുള്ളവരാണ്. നിങ്ങൾ ഒതുങ്ങേണ്ടവരല്ല, രോഗിയായി കിടക്കേണ്ടവരല്ല, കിടക്ക എടുത്ത് നടക്കേണ്ടവരാ നിങ്ങൾ. ശബനറിയാണ്ട് എല്ലാവരും അന്വേഷണം പറഞ്ഞ റൈമസ കേരിയ. ആ ശക്തി ഒന്ന് പുതുക്കിക്കുക. നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ ഒന്ന് പുതുക്കം പ്രാപിച്ച് വാർദ്ധക്യമാകുമ്പോൾ രോഗമാണെന്ന് പറഞ്ഞ് കിടക്കാതെ ഒരു യൗവനക്കാരനെ പോലെ, യൗവനക്കാരിയെ പോലെ ശബല കടതിരിക്കുവന. ഇത് ഇമാജിൻ ചെയ്ത് ഒരു രോഗത്തിനും, ആ ഡയബറ്റിക്കുകൾ സൗഖ്യമാകും, ആ ക്യാൻസറുകൾ സൗഖ്യമാകും, ആ ട്യൂമറുകൾ ചുങ്ങിപ്പോകും, ആ പ്രഷറുകൾ സൗഖ്യമാകും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ വീര്യപ്രോട്ടിൽ കയറി വാ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഭിഷേകത്തിന്റെ തീ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിജ്ഞാനത്തിന്റെ വാസന ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നല്ല. പരിജ്ഞാനത്തിന്റെ വാസന ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്ന രോഗചിന്തകളെ വെട്ടാൻ പോവാ, എരിഹോ ഇടിഞ്ഞതുപോലെ ഇടിയാൻ പോവാ. തലമുറയെ പറ്റിയുള്ള ദുർവിചാരങ്ങൾ ഈവിൾ തോട്ട്സുകൾ ഇടിയുക. ഓ റൈമക്കല ഷൽക്കറ്റാബാറോഫീനിയ സെറ്റാമക്കോറ കോറ 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 ലസോപ്രഹറ്റേരിയ മാറ ഷന്തക സീനക റലഗുഫാന. ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എല്ലാ ഭാരങ്ങളെ ഇടിച്ചു കളയെന്ന് പറ. യേശുവിൻ്റെ നാമത്തിൽ ഇടിച്ചു കളയെന്ന് പറ. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ സംശയ വിചാരങ്ങളെ ഞാൻ ഇടിച്ചു കളയുന്നു. എല്ലാ ഭയങ്ങളെയും ഞാൻ ഇടിച്ചു കളയുന്നു. എല്ലാ നിരാശകളെ ഞാൻ ഇടിച്ചു കളയുന്നു. എല്ലാ കർത്താവ് ദുഷ്ടചിന്തകളെ ഞാൻ ഇടിച്ചു കളയുന്നു. പറഞ്ഞ് ഉറക്കെ പറ. ഇന്ന് അതിൻ്റെ അകത്ത് ഡെലിവറൻസ് ഉണ്ടാകാൻ വേണ്ടി പോവുക. റൈബഖസഫനാലിയാം ദൂറോമ ശബനഹഡദിക്കമന സക്കീലിയാം തു റോക്കോ റോസ ടഫാറ ശബഹഡ Terikema la tusha katerikema sakete rika ralasia shakaterika manahuda terikema na sufara lazusa brita fazikina hudadar kinazora kila faratu. ഞാനൊരു ബാഗ് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ കാണിക്കുക. ബാഗ് അതൊരു ലേഡീസ് ബാഗാണ് ഞാൻ കാണുന്നത്. പക്ഷെ ആ ബാഗിൻ്റെ അകത്ത് നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, ടെസ്റ്റർ എന്ന് പറയുന്ന സ്ക്രൂ ഡ്രൈവർ, ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഈ ബാഗിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കാഴ്ച. ഇതൊരു ലേഡീസ് ബാഗാണ്. ഈ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഈ ബാഗിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ നൂലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലൊരു കാഴ്ച ഞാൻ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുക. അത് ആരുടെ ബാഗിലാണോ ഇത് കിടക്കുന്നത്, ഈ തുണിക്ക് വേണ്ടിയുള്ള നൂലുകൾ ഇങ്ങനെ അടുക്കി ആ വ്യക്തിയുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ആരുടെ ബാഗിലാണോ അതുള്ളത്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാനിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിക്ക് അതിൻ്റെ അകത്ത് കിടക്കുന്ന സ്ക്രൂ ഡ്രൈവറിന്റെ പ്രശ്നമല്ല, ആ വ്യക്തിയെ ഒന്ന്
ലൊക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. യേശുവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത്. സൂമിലാണെങ്കിൽ ഈ അടയാളം ബാഗിന്റെ അകത്തുള്ളവർ, സൂമിലുള്ളവരാണെങ്കിൽ അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിയാൽ മതി. ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഈ അടയാളം ബാഗിലുള്ളവർ മാത്രം മ്യൂട്ട് മാറ്റിയാൽ മതി. ഇന്ന് ലൈവിലാണെങ്കിൽ ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറയുക. എൻ്റെ യേശുവേ, ഞങ്ങൾ പറഞ്ഞു. ഞാൻ ഇപ്പം വൈകിനായിട്ട് സംഭവിച്ചില്ല. ഞാനങ്ങനെ ഇട്ടോണ്ട് നടന്നൊരു സമയം ഉണ്ടായിരുന്നു. അതേപോലെ അത് എന്നാ സിസ്റ്റർ എങ്ങോട്ട് നടന്നത്? കാരണം അത് ഞാൻ ടൈലറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കുഞ്ഞു സ്ക്രൂ ഡ്രൈവർ, എന്താ സിസ്റ്റർ കേട്ടില്ല? കുഞ്ഞു സ്ക്രൂ ഡ്രൈവർ അത് എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നൂല് ചുറ്റാൻ വേണ്ടി. നൂല് ചുറ്റാൻ വേണ്ടി ഞാൻ തയ്ക്കുന്നുണ്ട്. അപ്പം നൂല് തയ്ക്കുന്നയാളാ? അതെ അതെ, നൂല് ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഈ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുന്ന പോലെ ഒരു തട്ടിത്തട്ടായിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അങ്ങനത്തെ ഇതിനകത്ത് ഒരു കാർട്ടൺ ബോക്സിനകത്ത് നിറയെ സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ എന്നെ? സിസ്റ്ററുടെ ബാഗിലായിരുന്നു ഈ സ്കൂട്ടർ ഉള്ളത്. ഞാൻ പ്രാർത്ഥിക്കാൻ വല്ല തുണികളും നൂലുകളും ഇങ്ങനെ അടുക്കി വെക്കുന്ന ഒരു കാഴ്ച കണ്ടു. സിസ്റ്റർ ട്രെയിലറിംഗിലായിരുന്നു അല്ലേ? ഓ കർത്താവ്, എത്രത്തോളം ദൈവം കാണുന്നു. ഞാനിത് കണ്ട ഇച്ചിരി ഓർക്കെ പറയാം സിസ്റ്ററെ. ഞാൻ ഷോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഉയർച്ചയൊന്നും ഉണ്ടായില്ല. പിന്നെ അത് തന്നെ ഞങ്ങൾ മാറിയപ്പം അത് അവിടുന്ന് ക്ലോസ് ചെയ്തു. ഇപ്പം ഒരു കട ഇടണമെന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് കസ്റ്റമർ ഒന്നും ഇല്ലാണ്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്. കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്കാണ്, നൂലുകൾക്കിടയ്ക്ക് ഇങ്ങനെ നിൽക്കുവാണ് ആ വ്യക്തിയെ ഈ തുണിത്തരങ്ങളുമായിട്ട്, അതല്ലേ ദൈവം ഇടപെട്ടതല്ലേ? തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവം സീറ്റ് ചെയ്യാൻ വേണ്ടി പോവാ, ദൈവം ഇരുത്താൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിന് അനുഗ്രഹിക്കുന്നു. അപ്പൊ കർത്താവ് എത്ര വിശ്വസ്തനാന്ന് നോക്കിയേ. നമ്മൾ എവിടെ നിരാശപ്പെട്ടോ, എവിടെ തകർക്കപ്പെട്ടോ, തമ്പുരാൻ അവിടെ തന്നെ അടയാളത്തോടു കൂടെ. ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, ഈ ബാഗിന്റെ അകത്ത് സാധാരണ ലേഡീസ് എന്ത് ചെയ്യാറില്ല. ആണുങ്ങളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇലക്ട്രീഷ്യനൊക്കെ ഉണ്ടെങ്കിൽ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, അവർ ഇങ്ങനെ ബാഗിന്റെ അകത്ത് ഇങ്ങനെ സ്കൂട്ടറൊക്കെ ഇടാണ്. പക്ഷേ ലേഡീസ് അങ്ങനെ ഇലക്ട്രീഷ്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ നമ്മുടെ നാട്ടിൽ കുറവാണ്, റെയറാണ്, അങ്ങനെ കാണാറില്ല. അപ്പം ഈ ചെറിയ ടെസ്റ്ററാണ് ഞങ്ങൾ. ചെറിയ ടെസ്റ്റർ തന്നെയാണോ അത്? ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ നൂല് ചുറ്റാൻ വേണ്ടിട്ട് അത് ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നതാണ്. അത് ചെറുത്. അതിലാകുമ്പം ബോബിന് അതിനകത്ത് ഇടാൻ പറ്റും, ഇങ്ങനെ ചുറ്റാനായിട്ടേ. എന്ന കർത്താവ് പുതിയത് തുടങ്ങാൻ വേണ്ടി പോസ്റ്റ്. നമ്മൾ ധൃതി വെച്ചൊന്നും ചെയ്യരുത്. ദൈവം ആലോചന ഇടപെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നാളെ പോയി കടയെടുത്ത് നിങ്ങൾ ചെയ്യരുത്. പകരം കർത്താവെ, അങ്ങ് എനിക്ക് ഗൈഡൻസ് തരണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. കർത്താവ് പറഞ്ഞല്ലോ, വലിയൊരു കടയ്ക്കകത്തിരിക്കാൻ വേണ്ടി പോകട്ടോ. നൂലുകൾ അടുക്കി വെച്ചിരിക്കുകയും തുണിത്തരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് കർത്താവ് നിങ്ങളെ ഇരുത്താൻ വേണ്ടി പോവാണ്. ദൈവം ഇരുത്താൻ വേണ്ടി പോവാണ്. ഇതൊരു വാഗ്ദത്തമാണ്, ഇതൊരു പ്രവചനമാണ്. അത് മുറുക്ക പിടിച്ച് ഇന്ന് മുതൽ എഴുതി വെച്ച് കർത്താവിൽ സ്തുതി പറഞ്ഞോണം. കർത്താവ് അങ്ങ് അതിലേക്ക് തന്നെ, എനിക്ക് കട വേണം, അതിനുള്ള സാമഗ്രികൾ വേണം, കസ്റ്റമർ വേണം. ഇട്ടേച്ച് പോകാനുള്ള രീതിയിൽ എനിക്ക് നഷ്ടമല്ല വേണ്ടത്, ക്രിസ്തുവേശുവിൽ ജയമാണ്. ബലപ്പെട്ടോണെ, ഈ ആലോചന സ്വീകരിച്ചോണം. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് എഴുതി വെച്ചോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ്. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവെ കൃപ പെരുകുന്നല്ലോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ കർത്താവ്, പ്രിയരെ, കർത്താവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പോകട്ടോ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവെ, കൃപയാൽ എന്നെ വിളിച്ച ദൈവമേ, എൻ്റെ കർത്താവെ, അങ്ങനെ കൈവിടത്തില്ല, അങ്ങനെ ഉപേക്ഷിക്കത്തില്ല, അങ്ങനെ ഒരു നാളും മടക്കി അയക്കത്തില്ല. ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു പേരെൻ്റെ മനസ്സിലേക്ക് വരുക. കുമാരി എന്നൊരു പേരാണ് ഞാൻ കാണുന്നത്. ഈ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു സ്ഥലം, അതായത് ആ സ്ഥലത്തിൻ്റെ എൻ്റെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ചിത്രം വരുന്നുണ്ട്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ്. ഞാൻ അതിൻ്റെ പേര് എൻ്റെ മനസ്സിലേക്ക് വന്നു, പക്ഷെ അത് മങ്ങിപ്പോവാണ്. ഒരു നിമിഷം നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഈ കടൽ തീരം അടുത്തുള്ള ഒരു സ്ഥലമാണ്.
ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടെ ഞാൻ ഈ ഒരു ഭവനത്തിൽ ഈ വ്യക്തി ഇരിക്കുന്നത്, അതായത് കടല് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഈ കുമാരി എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നത് ഞാൻ കാണുവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭവനത്തെ ദൈവം അവിടുന്ന് ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നമുക്ക് ആ പേര് തിരിച്ചു വീണ്ടും റീസ്റ്റോർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്ദി യേശുവേ. ശംഖുമുഖമല്ല, ഷാബരിയ സുഫലാലിയാം ഠെരിക്കമ റൂഷലഖീര. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, താങ്ക് യു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോ. ഭവനങ്ങൾക്കകത്തേക്ക് കർത്താവ് അങ്ങ് ഇറങ്ങി വരുന്നല്ലോ, ഇറങ്ങി വരുന്നല്ലോ, ഇറങ്ങി വരുന്നല്ലോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ഭവനത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയുടെ ചിത്രം കാണിക്കുക. ഞാൻ ആ പിതാവിൻ്റെ ചിത്രത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ആ ചിത്രത്തിൻ്റെ അകത്ത് ഞാനൊരു പേരെഴുതി കാണിക്കുക. രാജൻ എന്ന് പറയുന്ന ഒരു പേര് ആ ചിത്രത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ ചിത്രത്തിൻ്റെ ഉടമസ്ഥൻ്റെ പേര് രാജൻ എന്നാണ്. രാജന്റെ ഭവനത്തിൽ ആ ഹോളിൽ ഈ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട്. ആ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ കുടുംബത്തിൻ്റെ അകത്ത് 1, 2, 3 വ്യക്തികളെ കർത്താവ് തൊടുന്നായിട്ട് കാണിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനൊരു വാക്ക് പറയുകയാണ്. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ അകത്തുനിന്ന് വെളിച്ചം നിങ്ങളുടെ ഭവനത്തിലേക്ക് വീശാൻ വേണ്ടി. ഏതാണോ രാജൻ എന്നുള്ള പിതാവിൻ്റെ ചിത്രം, ആ പിതാവിൻ്റെ ചിത്രം ഇരിക്കുന്ന ആ കുടുംബത്തിൻ്റെ അകത്ത് 3 പേരെ ഞാൻ കാണുന്നു. അവിടെ ഒരു പെൺകുട്ടി, അതായത് ഒരു പെണ്ണിനെ, ഒരു ലേഡി പെൺകുട്ടീനെ തൊടുന്നായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. അത് ആരുടെ ഭവനത്തിലാണോ ഈ രാജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ ഇരിക്കുന്നത്? എന്തോ ഹോളില് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇരിപ്പുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ പേര് രാജൻ എന്നാ. മക്കൾ 2 ആൺപിള്ളാരും ഞാനും ലേഡിയ. അപ്പൊ എന്റെ പുറത്ത് ഇങ്ങനെ തൊട്ടോണ്ടിരിക്കുന്ന, അങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാ പിടിച്ചോണ്ടിരിക്കുന്ന. മക്കൾ 2 പുറകെ നിൽക്കുന്ന ഒരു ഫോട്ടോയാ. രാജൻ എന്നാ പേര്. രാജൻ എന്നാ പേര് ഹസ്ബൻഡിന്റെ. വീട്ടിലുണ്ടോ ഹസ്ബൻഡ്? അതോ ഉണ്ട്, വീട്ടിലുള്ള ആളാ. ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് അന്ധകാരം നിറഞ്ഞ അന്തരീക്ഷത്തിന്റെ അകത്തൊന്ന് പുറത്തു വരാൻ വേണ്ടി പോവാ. ഞാൻ ഈ പ്രാർത്ഥിക്കുമല്ലേ, ഈ ഓഗസ്റ്റ് മാസം എന്നെ ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. യേശുവേ, ചില കാര്യങ്ങളെ പിടിച്ചെടുക്കുവാൻ ദൈവം ഒരു അഭിഷേകം ചെയ്യാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹോളി സ്പിരിറ്റ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ അകത്തുനിന്നും നമുക്കൊരു എന്താ പറയുന്നത്, ആ ഭവനത്തിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഒരു സ്വസ്ഥമായിട്ടൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. എവിടെ തൊട്ടാലും നമുക്ക് അസ്വസ്ഥതയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ, ഇന്ന് കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥത വാഴട്ടെ അപ്പ. അവരെ ഉറ്റുനോക്കി അവരുടെ വീഴ്ച കണ്ടിരിക്കാൻ നിൽക്കുന്നവരുടെ മേൽ ഞങ്ങൾ ആ കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തിയെ അയക്കുവാണ്. ഓ എന്റെ യേശുവെ, അങ്ങനെ അധികാരത്തെ ഞങ്ങൾ ഉപയോഗിക്കും. ഓഗസ്റ്റിൽ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ പെൻഷൻ ആയിരുന്നു. അപ്പം പിന്നെ അതിന്റെ ഇതിങ്ങനെ കുറച്ച് ഇപ്പൊ അവരും അത് ഒരുമിച്ച് തരാന്നൊക്കെ, നേരത്തെ ഗൾഫിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അത് ഒരുമിച്ച് ഇത് ഇപ്പൊ അവിടെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ആ പൈസ ഇങ്ങനെ തരുവാന്ന്. ഇപ്പൊ ഞങ്ങള് ഫിനാൻഷ്യലായിട്ട് ഇച്ചിരി ഇതുണ്ട്. അപ്പൊ അതിങ്ങനെ ഒരുമിച്ച് തരാമെന്നൊക്കെ പറഞ്ഞേക്കുവാ. പിന്നെ അന്നേരം അതിന് തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതെ, ഓഗസ്റ്റ് ലാസ്റ്റിലോട്ടാ അറിയുന്നത്. ഓഗസ്റ്റ് 15-ആം തീയതിക്കകത്ത് അപ്ലൈ ചെയ്യേണ്ട. ഓഗസ്റ്റിൽ അറിയാം അവര് നമുക്ക് തരുവോ ഇല്ലയോ എന്നുള്ളത്. അതൊരു അത്ഭുതമായി മാറും കേട്ടോ. പിടിച്ചെടുത്തോണം. ഇങ്ങനെ പറയും കർത്താവ്, ഇങ്ങനെ വാക്കണം, എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞങ്ങൾ ഭാഗ്യവാന്മാർ. ഈ വചനം പറഞ്ഞ് അതിനെ വെട്ടിമാറ്റിക്കണം തടസ്സത്തെ. കർത്താവ് അത് സാക്ഷിയാണ് കേട്ടോ. ലോർഡ് ജീസസ്, എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. എൻ്റെ യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഷാഖല സീമ റൗഷലഖേന സെറ്റാറ റിമാഖ നസെറ്റ ബാറ ഷതേമ സതേരിബ നാന്ദി. ഓ എൻ്റെ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്ക് അങ്ങ് ജനത്തെ തൊടുന്നല്ലോ, അവരുടെ ലൈഫിനെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. കർത്താവ്, എന്നെ ഉള്ളത്തിൽ ഒരു ഭവനം എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിലെ പിതാവിൻ്റെ പേര് തോമസ് എന്നാണ്.
ഈ പിതാവിൻ്റെ പേര് തോമസ് എന്നാണ്. ഞാൻ ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് ഈ ഒരു പ്രായമുള്ള ഒരു പിതാവിനെയും കൂടെ ഞാൻ, അതായത് ആത്മീയമായിട്ടൊരു കാഴ്ചയാണ്, ഒരു ദർശനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ആ ദർശനത്തിൻ്റെ അകത്ത് കാണുമ്പോൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പം അതിൻ്റെ ഒരു വശത്തായിട്ട് നമ്മുടെ ജാതി മരം ഉണ്ടല്ലോ, ജാതിക്കായുടെ മരം, ഈ ജാതി മരം ഈ വീടിൻ്റെ ഒരു വശത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. ഞാൻ അവിടുന്ന് ആ ഒരു സ്ഥലത്ത് നിന്നകത്തോട്ട് കയറി വരുന്ന സമയത്ത് മുമ്പോട്ട് കയറി വന്ന് ഒരു മുറിയിലോട്ട് കയറുമ്പോൾ ഒരു ഡയറി ഞാൻ അതിനകത്ത് കാണുകയാണ്. ഡയറി ആണോ അത് ബൈബിളാണോ എനിക്കറിയത്തില്ല. കറുത്ത പൗച്ചുള്ളതാണ്. അതിങ്ങനെ മടക്കി വെച്ചിരിക്കുക. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട്. കണ്ണാടി വെച്ചതിൻ്റെ അവിടെ തന്നെ ഒരു തട്ടിൽ, അതായത് തട്ട് പോലെ വെച്ചതിൻ്റെ അകത്ത് അവിടെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു വ്യക്തിയുടെ ഈ കുറേ ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ആ ബുക്കിൻ്റെ അകത്തോ ഇടയ്ക്കോ എവിടെയോ ഒരു ഫോട്ടോയും കൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതേത് വ്യക്തിയുടെ ഭവനത്തിലാണ് ഈ പറഞ്ഞ അടയാളങ്ങൾ അതുപോലെ ഉള്ളത്? ഇന്ന് ഒരു അടയാളമായിട്ട് ആ സ്ഥലത്തിൻ്റെ മേലേക്ക് ഒരു പ്രവൃത്തി വെളിപ്പെട്ട് സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പോവാന്ന് പറയുന്നത് തോമസിന്റെ ഭവനത്തിൽ. എന്റെ വീട്ടിൽ എന്റെ ബസ് അങ്ങനെ തട്ടുമേല് ബൈബിള് പുസ്തകം എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ അടയാളമൊക്കെ എന്റെ വീട്ടിലുണ്ട്. ആരെ? തോമസ് സിസ്റ്ററെ? തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയില്ല. അയ്യോ, തോമസിന്റെ ഭവനത്തിലാണ് സിസ്റ്റർ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തോമസിന്റെ ഭവനത്തിലാണ് ഞാൻ. എന്റെ ഹസ്ബൻഡ് തോമസാ. ഇവിടെ ഒരു ജാതി മരം നിൽക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഇടതുവശത്ത് ഒരു ജാതി മരം നിൽപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ ആ ബുക്കുകൾക്ക് അവിടെ നിൽപ്പുണ്ടോ? ഇവിടെ ടേബിളിൽ കുറച്ച് ബുക്സ് ഇരിപ്പുണ്ട്. അതിന്റെ അടുത്ത് എവിടെയാ ബുക്കുകൾക്കിടയിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നത്? ഒന്ന് നോക്കുക, അത് നോക്കുക. ബുക്കുകൾക്കിടയിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നത് എവിടെയാണോ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ആ ഫോട്ടോ ആരുടെയാണോ? ലോർഡ് ജീസസ്. അതും പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ പേര് തോമസ് എന്നാണ്. ഇതുപോലെ ബൈബിളും പുള്ളി വായിക്കുന്നതെല്ലാം ഒരു വലിയൊരു കബോർഡിനകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ വീട്ടിൽ പറഞ്ഞ നാട്ടില് ഇങ്ങനെ ഒരു വസ്തു പ്രശ്നമായിട്ട് ഇങ്ങനെ കഴിയുന്ന ഉണ്ട്. ഞാനിത് പാസ്റ്റർ പറയുന്നതിന്റെ അല്ല ബ്രദർ പറയുന്നതിന്റെ 2 മുമ്പ് തോമസ് എന്ന് പറഞ്ഞ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദർ ഇങ്ങനെ പറഞ്ഞത് തോമസ് എന്ന്. ഈ അടയാളം സിസ്റ്ററുടെ ഭവനത്തിലാണോ ഈ നിൽക്കുന്നതെല്ലാം? ജാതി മരം നിൽക്കുന്നതെല്ലാം ജാതി നാട്ടിലാണ്, ഇവിടെ ഇല്ല. ഞാൻ യുഎസിലാണ്. ഓക്കെ, അതായത് സിസ്റ്ററുടെ നാട്ടിലെ വീട്ടിലാണ് ഇതെല്ലാം ഉള്ളത് അല്ലേ? അതായത് നാട്ടിലെ വീട്ടിലാണുള്ളത്. ഈ സ്ഥലമാണോ വിഷയത്തിന്റെ അകത്തുള്ളത്? ഇന്ന് കർത്താവ് ഇന്ന് തൊടാൻ വേണ്ടി പോകട്ടോ. അതിന്റെ മേലൊരു കുരുക്കുണ്ട്. ആ കുരുക്ക് ഇന്ന് അഴിക്കാൻ വേണ്ടി പോവാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നതിനെ വെട്ടിമാറ്റുന്നപ്പ കർത്താവെ, ഇന്ന് ഭവനത്തിന്റെ മേൽ നന്മയുണ്ടാകട്ടെ. ആ വസ്തുവിന്റെ മേലുള്ള കെട്ടുകൾ പൊട്ടി യേശുവിന്റെ നാമത്തിൽ പ്രിയമക്കൾക്ക് അത് അനുഭവിക്കാൻ പാകത്തിൽ, അത് ഭാരമാകാതെ ദോഷമാകാതെ സാക്ഷ്യമായി തീരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ ആമേൻ പറഞ്ഞിട്ടെടുത്തു ആലോചന യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓറാഫിന ഫലാസുഖൂറഹിന. ഞാൻ ഒരു ഭവനത്തിൽ 2 പേരുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഒന്ന് അലക്സ് എന്നും ആൻഡ്രു എന്നും പറയുന്ന 2 പേരുകൾ. അലക്സ്, ആൻഡ്രു, ഈ 2 പേരുകൾ ഒരു ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അതേത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ 2 പേരുകൾ? അലക്സും ആൻഡ്രുവും. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് ഈ 2 വ്യക്തികളുമായി ബന്ധപ്പെട്ട് കർത്താവ് ഒരു സ്പർശനത്തെ ചെയ്യാൻ വേണ്ടി പോവാം. അലക്സും ആൻഡ്രുവും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവെ അങ്ങയുടെ പ്രവൃത്തി ആ വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. തടസ്സങ്ങൾ നീങ്ങട്ടെ.
യേശുവിന് അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്റെ ആശകൾ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകി പോകുന്ന വചനം പറയുന്നല്ലോ. ഞാനിന്ന് റിലീസ് ചെയ്യുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആരാണോ അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ലോർഡ് ജീസസ് ബ്രദറെ, അത് പറഞ്ഞു. എന്റെ ബ്രദറിന്റെ മകന്റെ പേര് ആൻഡ്രൂ എന്നാണ്. അതുപോലെ അലക്സ് എന്ന് പറയുന്നത് എന്റെ ഫാദറിന്റെ പേരായിരുന്നു. പക്ഷെ അവന്റെ പേരും അലക്സാണ്ടർ എന്നാണ് അവന് പേര് ഒഫീഷ്യലായിട്ട് ഇട്ടേക്കുന്നത്. അവന്റെ പേര് അലക്സാണ്ടർ എന്നാണ്, മറ്റു പേര് ആൻഡ്രൂ. അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് അലക്സ് എന്നാണ്. അതുപോലെ അവന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ആൻഡ്രൂ മോന്റെ. ഇവന്റെ പേര് രണ്ടും ഒരു പേര് തന്നെയാ, ഒരാള് തന്നെ രണ്ട് പേരിലും. അലക്സാണ്ടർ എന്നുണ്ട് അവനൊരു ഒഫീഷ്യൽ നെയിം. വീട്ടിൽ വിളിക്കുന്ന ആൻഡ്രൂ. അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് അലക്സ് എന്നാണ്. അലക്സ് എന്നല്ലേ. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒക്ടോബർ എന്നുള്ളൊരു മാസം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഒക്ടോബറിലായിരുന്നു ഈ അലക്സ് എന്ന് പറഞ്ഞ ആള് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അലക്സിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നന്ദി യേശുവേ. ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി. ഗ്രാൻഡ് ഫാദറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു ഒക്ടോബർ. അതോ ഒക്ടോബർ മരിച്ചുപോയ ആളാണ്. ആൻഡ്രൂ കൊച്ചുമോന അല്ലേ? അതെ. കർത്താവ് എല്ലാവിധമാകുന്ന അവകാശവാദങ്ങളെ ഞങ്ങൾ ഇപ്പോൾ തന്നെ വെട്ടിമാറ്റുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് എന്ന പേര് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ദുഷ്ടപിശാചേ, നിന്റെ എല്ലാ വാദങ്ങളെയും ഞങ്ങൾ ഇന്ന് വെട്ടിമാറ്റുന്നു. കർത്താവിന്റെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ. ഞാനൊരു ഭവനത്തിന്റെ അകത്തൊരു കാഴ്ച കാണുക. ഈ കലം പോലിരിക്കുന്ന കലം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്ത് ഈ കരിയില്ലേ, നമ്മുടെ കൽക്കരിയല്ല, കൽക്കരിയാണോ കരിയാണോ, ഈ തീ കത്തിച്ചതിൻ്റെ കരി വരുമല്ല, കഷ്ണങ്ങൾ, അതിങ്ങനെ ഒരു പാത്രത്തിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അതൊരു ഭവനത്തിൻ്റെ അകത്താണ് ഞാൻ കാണുന്നത്. ഒരടയാളമായിട്ട് ഞാൻ കാണുക. ഞാനിത് കാണുന്ന സമയത്ത് ഈ കരി വച്ചിരിക്കുന്ന ഈ ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ഭവനത്തിൻ്റെ അകത്ത് കയറി വരുമ്പം നടുക്ക് വന്നിട്ട് അവിടുന്ന് റൈറ്റിലോട്ട് തിരിയുമ്പം ഒരു മുറിയിലോട്ട് ഞാൻ കയറുക. ഞാൻ ആ മുറിയിൽ ഇങ്ങനെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ആ കാഴ്ചക്കകത്ത് ഒരു ആ മുറിയിലോട്ട് കയറി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ആ വ്യക്തിയുടെ മേലൊരു സ്പർശനം വെളിപ്പെടുന്നതായിട്ട് ഞാൻ കാഴ്ച കാണുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ വ്യക്തിക്ക് ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടുകൊടുത്തെല്ലാം കർത്താവ് തല ഉയർത്തി നിർത്താൻ വേണ്ടി പോവാ. ഇതേത് ഭവനത്തിലാണോ ഈ അടയാളം ഇരിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ ഈ കരി ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് ഇരിക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഒരു പാത്രത്തിലാണ്. അത് ഏത് ഭവനത്തിൻ്റെ അകത്താണ് ഈ അടയാളം ഇരിക്കുന്നത്, വെച്ചിരിക്കുന്നത്, ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് ഈ വ്യക്തിയെ തമ്പുരാൻ തൊടാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അപ്പൊ ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവെ അങ്ങ് തൊടുന്നല്ലോ. അങ്ങയുടെ പ്രവൃത്തിയാണ്. ഞങ്ങളുടെ വീട്ടിലൊരു പാത്രത്തിൽ ഇങ്ങനെ കരി വെച്ചിട്ടുണ്ട് ബ്രദറെ. അതെന്താ സിസ്റ്റർ അങ്ങനെ വെച്ചിരിക്കുന്നേ? ആ കരി പിള്ളേരെ ഈ തീക്കനലുണ്ടാക്കിയിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ട് മേടിച്ച് വെച്ച കുറെ കരി ബാക്കി ഒരു ഇതിനകത്തിട്ട് വെച്ചേക്കണതാ. അതവിടെ ഇരിപ്പുണ്ട് ഇവിടെ. ആ മോൻ കൊണ്ടുവന്നതാണ് ഇവിടെ ഈ ഒരു പ്രാവശ്യം. ഈ നമ്മള് എന്നാ ബാർ ഇതുണ്ടാക്കുമല്ലോ, ചിക്കൻ പീസ് അത് കൊണ്ടുവച്ചിട്ട് ഒരു 2-3 വർഷമായി. കരി കളയണ്ടല്ലോ വെച്ചിട്ടുണ്ട്. മരത്തിന്റെ കരി കത്തിക്കണ കരി. മനസ്സിലായി. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ മുറിക്കകത്തിരിക്കുന്ന ഈ വലതുവശത്തുള്ള മുറിക്കകത്തുള്ളത് ആരാ? അവിടെ മുറിക്കകത്ത് എന്റെ കൊച്ചുമകളാ, മോളുടെ മകള്. ഇപ്പൊ +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാ. ആ മോൾ അവിടെ അവളാണ് യൂസ് ചെയ്യുന്നത്. അതെ അതെ. ഓ ലോർഡ് ജീസസ്, ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി അവളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ആമേൻ ആമേൻ. ഈ നവംബർ മാസം എഴുതി വെച്ചോണം. നവംബർ മാസം ഇങ്ങനെ എഴുതി വെച്ചോണം.
വലിയൊരു ഓക്കെ. വാർത്ത നിങ്ങളുടെ ഭവനത്തിലോട്ട് കേൾക്കാൻ വേണ്ടി പോവാ. ഒരു ഗുഡ് ന്യൂസ് ദൈവത്താൽ ആമേൻ. കേൾക്കാൻ വേണ്ടി പോവാ. ഞാനിന്ന് സ്തോത്രം. ആമേൻ. ഈ ഭവനത്തിന്റെ അകത്താണ് ഞാൻ ഇത് വെച്ചേക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വലത്തെ മുറിയിൽ ആരായിരിക്കുന്നത് ഞാൻ ചോദിച്ചത്. ഞാൻ ആ സമയത്ത് ആ ഭവനത്തിന്റെ അകത്ത് കയറി വരുന്നത്. അപ്പൊ ഇത് വെച്ചത് കുറെ വർഷം മുമ്പ് അല്ലേ? ഒരു 3-4 വർഷമായിട്ടുണ്ട്. മൂന്നാ 3 വർഷത്തിലായിട്ടുണ്ട് കരിയിരി. ബ്രദറെ 3-4 വർഷമായിട്ട് ഇരിക്കുന്നതാണ് ഇതിന്റെ അകത്ത് അല്ലേ? ലോഡ് ബ്രദർ എന്തോ എന്തോ ഈ കരിയില്ലേ ഞാനും ഒരു പാത്രത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അടുപ്പ് കത്തിച്ചപ്പോ കിട്ടിയ കുറെ കരികൾ ഓർക്കിഡിന് ഇടാൻ വേണ്ടിയിട്ട്. ഉം. ഇതിരിക്കുന്നതിന്റെ വലത്തോട്ട് തിരിയുമ്പോഴാണ് മുറിയുള്ളത്. ആ ഈ കരി വെച്ചേക്കുന്നതിന്റെ അവിടെ ഇടതുവശത്ത് കരിയും വലതുവശത്തോട്ട് തിരിയുമ്പോഴാണ് മുറിയുള്ളത് വീടിന്റെ. ആ മുറിയുണ്ട്. നവംബർ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേയാ. അല്ല, ഞാൻ ചോദിച്ചത് സിസ്റ്ററെ, ഞാനിങ്ങനെ എടുത്തെടുത്ത് വെക്കാൻ കാരണം എനിക്ക് ഇപ്പത്തിൽ ആരുടെ ഭവനത്തിലാണ് ഞാൻ വന്നിപ്പോൾ നിൽക്കുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. ഈ കരി വെച്ചേക്കുന്നത് ഇടതുവശത്തും വലത്തോട്ട് തിരിയുമ്പോൾ ഒരു മുറിയുണ്ട്. ആ മുറിക്കകത്തിരിക്കുന്ന ആളാരാ? അടുത്തത് 2 മുറിയുണ്ട്. ഒന്നില് ഹസ്ബൻഡ് ഇരിക്കാറുണ്ട്, ഒന്നില് ഞാനും. 2 മുറിയുണ്ട് അവിടെ. ആ ബ്രദറിന് 2 കാണുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഒരു മുറിയെ കാണുന്നുള്ളൂ. കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ആ മുറി മാത്രമേ കർത്താവ് കാണിക്കുന്നുള്ളൂ. ഇവത്തിൽ ഏത് മുറിയിലാണ് ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഭിത്തിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന മുറി ഏതാ? ഭിത്തിയിൽ എന്തെങ്കിലും എഴുതി വെച്ചേക്കുന്ന മുറിയുണ്ടോ അവിടെ? ഇല്ല കേട്ടോ. 2 മുറിയിലും ഇല്ല. ഇല്ല. അപ്പൊ അതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന മുറി ഏതാണോ ആ മുറിയിലാണ്. എന്റെ വീട്ടിലും ഇങ്ങനെ ഈ കുന്തിരിക്കം പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രമുണ്ട്. ഇങ്ങനെ ക്ലേയുടെ പാത്രം, ശരിക്കും കലം പോലത്തെ. അതിനകത്ത് കരി ഇട്ടിട്ടുണ്ട്, കുന്തിരിക്കം ഇട്ടിട്ടുണ്ട്. എന്റെ മോള് ആ മുറിയില് ഇരിക്കണേ, ആ മുറിയില് വചനം എഴുതി വെച്ചിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, എന്താ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചത്. മോളാണോ ഉപയോഗിക്കുന്നത്? മോള് വരുമ്പോ മോള് അവിടെ കിടക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ പോയി കിടക്കും. അപ്പൊ ആ മുറി ശരിക്കും ആരുടെയാ? അത് ഞങ്ങളുടെ ബെഡ്റൂമാ. ചിലപ്പം മോളും അവിടെ കിടക്കും, ചിലപ്പോ ഞങ്ങളും കിടക്കും. നിങ്ങളുടെ ബെഡ്റൂമാണ് ശരിക്കും അത് അല്ലേ? ശരിക്കും ഞങ്ങളുടെ ബെഡ്റൂമാ. ഞാൻ ഈ കണ്ട കാഴ്ചയിൽ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ കർത്താവ് സ്പർശിച്ചിട്ട് ആ വ്യക്തിയെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ പലപ്പോഴും നിങ്ങൾ ഓർക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, നിങ്ങള് ഭവനത്തിന്റെ അകത്ത് നിങ്ങളുടെ ഭവനത്തിന്റെ ആമേൻ ആമേൻ ബ്രദറെ, ഇതിനു മുമ്പ് ഒരു പ്രവചനം ഉണ്ടായിരുന്നു മോളെ കുറിച്ച് ഉയർത്തിക്കൊണ്ടുണ്ടായിരുന്നു. ഒരു പ്രവചനം നേരത്തെ ഉണ്ടായിരുന്നു, മോളെ ദൈവം ഉയർത്തൂന്ന്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിപ്പം സൗരി പറഞ്ഞ പോലെ തന്നെ ഈ 2 മുറിയും കാണുന്നില്ലെന്ന് വെക്കുന്ന പോലെ ഇപ്പം നമുക്കൊരു കാര്യം കർത്താവ് കാണിക്കുമ്പോൾ ആ സ്പെസിഫിക് ആയിട്ടുള്ളത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇപ്പം ആ മുറിയിൽ എന്തൊക്കെയുണ്ടെന്നോ മറ്റെവിടെയെങ്കിലും ഉണ്ടെന്നുള്ള ആ ഒരു വ്യക്തിയെ ഫോക്കസ്. എന്തിനാണ് നമ്മൾ ഈ അകത്തുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. അപ്പം അത് ആ വ്യക്തി ആരാണ്? അതുകൊണ്ടാണ് ചോദിച്ചത്. ആ മുറിക്കകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. അപ്പോഴാണ് സൗരി പറഞ്ഞത് വചനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ മുറിയുടെ പൊസിഷനിലോട്ട് വരുമ്പോൾ എനിക്ക് പോകേണ്ട വിഷനുകൾ മാത്രമാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്, ഡയറക്ഷനുകൾ മാത്രമാണ്. ആ ഡയറക്ഷനുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് ചിലപ്പോൾ കാലങ്ങൾക്ക് മുമ്പായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ടൈമിലായിരിക്കും ഞാൻ വന്നവിടെ നിൽക്കുന്നത്. ആ മുറിക്കകത്ത് തന്നെ കർത്താവ് കൊണ്ട് നിർത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 3 വർഷം മുമ്പോ 2 വർഷം മുമ്പോ 1 മാസം മുമ്പോ 2 മാസം മുമ്പോ വെച്ച കാര്യം ആ സമയത്ത് അത് കാണുന്നുവെങ്കിൽ, ഇപ്പൊ സൗരി പറഞ്ഞു കേട്ടില്ലേ, തുടക്കത്തിൽ പറഞ്ഞു ആ ബാഗിൻ്റെ അകത്ത് സ്ക്രൂ ഡ്രൈവർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച കൊണ്ട്. അപ്പൊ സൗരി പറഞ്ഞു ഇപ്പൊ അങ്ങനെ ഇടാറില്ലായിരുന്നു, നേരത്തെ തയ്യക്കടയിൽ പോകുന്ന സമയത്തിടുന്നു. അപ്പൊ കണ്ടത് എപ്പോഴാ? അപ്പൊ ഇപ്പൊ സൗരി പറഞ്ഞു അങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് നടന്നിട്ട് കുറെ നാളായതാ. അപ്പൊ ആ കാലഘട്ടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ ആ കൃപാവരത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ലൈവായിട്ട് കാണുന്ന പോലെയാണ്. അതിൻ്റെ അകത്തൊരു സംഭവിക്കുന്നു, നൂലുകൾ കിടക്കി നിൽക്കുന്നു, നൂലുകളും തുണികളുമായിട്ട് ബന്ധമുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ സൗരി പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ ഏത് കാലഘട്ടത്തിന്റെ അകത്താണ് ഇത് നിൽക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എപ്പോഴും നിങ്ങൾ ഓർക്കും. എന്തോ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. 2 ആഴ്ചക്ക് മുമ്പ്
രണ്ടാഴ്ചക്ക് മുമ്പ് ബ്രദർ പറഞ്ഞില്ല, എന്റെ മോൻ വന്ന കാര്യം പറഞ്ഞില്ലായിരുന്ന വായിക്കാൻ. അപ്പൊ അന്ന് ആ ഞായറാഴ്ച അവര് ചിക്കൻ വെക്കാൻ വേണ്ടിട്ട് ആ കനല് മേടിച്ച് വീട്ടിൽ അതിന്റെ ബാക്കി ഇരിപ്പുണ്ട് ഇതുപോലെ പാത്രത്തില് ഇടത്തെ സൈഡ്. ഇപ്പൊ മുറിയില് ഭർത്താവ് ഒറ്റയ്ക്ക്, അതിന്റെ അകത്ത് ആ മുറിയില് ബ്രദർ പറഞ്ഞ വചനം ഇല്ലേ, നമ്മള് കാൽവരിച്ച് നമ്മൾ ആദ്യം പറയണ പ്രഖ്യാപന വചനം, അത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ വചനങ്ങൾ ഭർത്താവാണ് ഇപ്പൊ അവിടെ ഉള്ളത് ആ മുറിയിൽ ഒറ്റയ്ക്ക് ആ കസേരയിൽ ആ മുറിയിൽ ഇരിക്കുന്നത്. ഇടതുവശത്ത് ഈ സംഭവം ഇരിക്കുന്നു, വലതുവശത്ത് ഇരിക്കുന്നു. നവംബർ മാസത്തിന്റെ അകത്ത് കർത്താവിന്റെ ഒരു പ്രവൃത്തി ഇങ്ങനെ കാണുന്നതായിട്ട് ഞാൻ പറയുന്നത്, നവംബർ മാസം. അപ്പം അതാരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ ഏറ്റെടുക്കുക, അതിന്റെ നിവർത്തി കാണുക. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒരാലോചന വെളിപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തെ അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് സൗകര്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ അടയാളം വരുമ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുമായിട്ട് അതിന് കണക്ഷൻ നോക്കുക. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ആലോചന ഒപ്പിക്കാന്നൊരാശയമല്ല, പകരം ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് ആലോചനകൾ വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധിച്ചോണേ. നന്ദി പരിശുദ്ധാത്മാവേ. ഞങ്ങളിപ്പോൾ തന്നെ ഓരോരുത്തരെ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവേ. ഷാഖല റവീസിയാൻറ്റീരി ബറൂഷല ഫാറ സീസുഫ്രാൻറ്റീരിയ. ഈ പ്രീതി എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിക്കുക. പ്രീതി എന്നുള്ള പേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ പ്രീതിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ പ്രീതി, ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് കർത്താവ് വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പ്രീതി ലോ ഫറാസെറ്റേമിനിയ ലഖോറ സിംഫന റിയാന്തരി. പ്രീതിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് കർത്താവ് കുടുംബത്തിന്റെ അകത്ത് ദൈവാത്മാവിനാൽ ഒരു സാക്ഷ്യത്തെ കർത്താവ് മകളുടെ മേൽ വെളിപ്പെടുത്താൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്. എന്റെ മകളുടെ പ്രീതി സിസ്റ്ററെ. പ്രീതി എന്റെ ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ടിന്റെ പേര് പ്രീതി. ഫ്രണ്ടാണ് പ്രീതി എന്നുള്ളത്. ചോദിക്കണേ. പക്ഷേ ഞങ്ങൾ നൈബറിന്റെ മകളാണ് പ്രീതി. ജനുവരി മാസമായിട്ട് എന്താണ് കണക്ഷൻ എന്ന് ചോദിക്കണേ പ്രീതിയോടെ. ചോദിക്കും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ. മോളും പ്രീതിയാണ്. ജനുവരി മാസം ജനുവരിയില് പുള്ളിയുടെ കല്യാണം നടക്കാൻ വേണ്ടിട്ട് നടന്നോ? നടന്നില്ല. ഇനി വരുന്ന ജനുവരിയില് നടക്കാൻ അങ്ങനെ നടത്താൻ പ്ലാനുണ്ട്. നന്ദി യേശുവേ. ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ, ഇന്ന് കർത്താവെ അങ്ങയുടെ സ്പർശനത്തിനായി ഞാൻ സ്തുതിക്കുന്നപ്പാ. എൻ്റെ കൂടെ പറഞ്ഞ യേശുവെ, ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഒരു ദുഷ്ടനും എൻ്റെ മേൽ അവകാശമില്ല. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ലുകടി ചുരുങ്ങും, ഞാൻ എൻ്റെ ദൈവത്താൽ സാക്ഷിയാകും. യേശുവേ നന്ദി കർത്താവേ. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ യേശുവെ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നപ്പോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സീറ്റോ ഫറാല ഫറാസി ഫറാസി മനാസിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറയുന്ന ഒരു തലമുറയെ എന്നെ കാണിക്കുക. രാഹുൽ എന്നൊരു പേരെന്നെ കാണിക്കുക. ഈ രാഹുലിന്റെ തലയ്ക്ക് മീതെ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏപ്രിൽ മാസവുമായിട്ട് ഈ രാഹുലിനൊരു ബന്ധമുണ്ട്. ജനനം ഏപ്രിൽ മാസത്തിലാണ്. രാഹുലിനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. രാഹുൽ ഏപ്രിൽ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിട്ടാണ് അടയാളം കാണിക്കുന്നത്. അതാരുമായി ബന്ധപ്പെട്ടതാണോ ഞാനിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണോ കർത്താവിൻ്റെ സാക്ഷ്യമായി മാറാൻ വേണ്ടി പോവാം. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്നുള്ള വചനത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ യേശുവേ, എൻ്റെ കർത്താവെ, കൃപ പെരുകുന്നല്ലോ. അതാരുമായിട്ടാണോ ബന്ധപ്പെട്ടത് എന്ന് കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. രോഗികളായി ഭാരപ്പെടുന്നവരും
രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, എല്ലാവരും രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, വേദനകളുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, രോഗമുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, വേദനയുള്ളവരും രോഗമുള്ളവരും എല്ലാം കൈവച്ച്, യേശുവേ അപ്പാ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ യേശുവെ അങ്ങ് ഇവരെ രോഗം വഹിച്ചതാണപ്പാ. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നപ്പാ. ആ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗശക്തിയെയും കൈയെടുത്ത് വെച്ച്, ആ രോഗത്തിന്റെ ദുരാത്മാക്കളെയും ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നു, ഇറങ്ങുക ശരീരം വിട്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല, ഒരു ദോഷവും വരുത്തുകയില്ല. യേശുവിന് അധികാരമുള്ള നാമത്തിൽ the healing anointing is moving. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇപ്പോൾ തന്നെ രോഗശക്തികളുടെ മേൽ ജയത്തെ കൽപ്പിക്കുന്നു, രോഗശക്തികളുടെ മേൽ ജയത്തെ കൽപ്പിക്കുന്ന, രോഗത്തിന്റെ ദുരാത്മാക്കളുടെ മേൽ ജയത്തെ കൽപ്പിക്കുന്നപ്പ, ആ ക്യാൻസറുകളെ സൗഖ്യമാക്കുന്നു, ട്യൂമറുകളെ ചുങ്ങിക്കളയുന്ന കർത്താവ്, അതിനെ ചുക്കിക്കളയുന്ന കർത്താവ്, അതിനെ എന്നേക്കുമായി അതിനെ റിമൂവ് ചെയ്യുന്നപ്പ, മൊടന്തുകളെ സൗഖ്യമാക്കുന്നു. ആ കാഴ്ച കുറവുള്ളവരെ കണ്ണാടി ഊരി മാറ്റി കണ്ണയിലോട്ട് കൈവച്ചിട്ട് പറ, കുരുടൻ കാണും, ചെകിടൻ കേൾക്കും, ദൈവരാജ്യത്തിന്റെ ശക്തി എൻ്റെ കണ്ണിന്റെ മേൽ വെളിപ്പെടുക. ആ ഞരമ്പുകളുടെ മേൽ സൗഖ്യം വ്യാപരിക്കുക, അസ്ഥികളുടെ മേലേക്ക് ചൂട് പിടിക്കുക. റൗഹുഷലകബറ, ഇപ്പോൾ തന്നെ രോഗാത്മാക്കളെ ഞങ്ങൾ ബന്ധിക്കുന്നപ്പ, രോഗശക്തികളെ ബന്ധിക്കുന്നപ്പ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, healing in the name of Jesus Christ. The power of the healing is moving. ഓ റബൽ കീരിയ, രോഗാത്മകൾ ഇറങ്ങുക. പ്രിയരെ, ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരെ കൈവച്ച് പറഞ്ഞ്, എൻ്റെ യേശു എൻ്റെ ഷുഗറൊക്കെ വഹിച്ചതാന്ന് പറ, എൻ്റെ കർത്താവ് എൻ്റെ ഡയബറ്റിക് ഒക്കെ ചുമന്നാന്ന് പറ, എൻ്റെ പ്രഷറൊക്കെ യേശു വഹിച്ചതെന്ന് പറ, ഞാൻ രോഗമില്ലാതെ ജീവിക്കും, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കും. ഓ റോഷല, പറഞ്ഞു കർത്താവ് യേശു നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചതാ. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആ മാനസികമായി തകർന്നവരെ, ഡിപ്രഷനിലേക്ക് ഇരിക്കുന്നവരെ ഇപ്പോൾ ഫ്രീ ആകുക. ആ മനസ്സിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുക. ആ കടഭാരത്തിന്റെ ദുഷ്ടശക്തികൾ ഇറങ്ങിപ്പോകുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ ശരീരത്തിന്റെ മേലേക്ക് സൗഖ്യം വ്യാപരിക്കുക. മുടന്തുകൾ, ഞരമ്പുകൾ, അസ്ഥികൾ, മാംസങ്ങൾ, സ്കിൻ അലർജികൾ, സ്കിൻ ഡിസീസുകൾ, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പുതിയ ത്വക്കുണ്ടാകട്ടെ. യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കുക. റഖൂസ് പെറ്റാല ബറൂച്ചല. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് ചെക്ക് ചെയ്തേ, പെട്ടെന്ന് ചെക്ക് ചെയ്ത്, വേഗത്തിൽ ചെക്ക് ചെയ്ത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ വെള്ളിയാഴ്ച പകല് കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ നമ്മൾ അന്യഭാഷാ പ്രാർത്ഥനയിൽ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാവിലെ ഇന്ത്യൻ സമയം 10:30 മുതൽ വൈകുന്നേരം നമ്മൾ ചെയ്തതുപോലെ 6:30 വരെ അന്യഭാഷയിൽ വരുന്ന വെള്ളിയാഴ്ച ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ താല്പര്യമുള്ളവര് അതിൽ പങ്കുചേരുക. നമ്മുടെ സെയിം ലിങ്കാണ്, വെള്ളിയാഴ്ചയാണ് അന്യഭാഷ പ്രാർത്ഥന. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പങ്കുചേരുക. സെയിം ലിങ്ക് തന്നെയാണ്. സാക്ഷ്യമുള്ളവര്, ശരീരത്തിന്റെ അകത്തേക്ക് ഒരു പൂർണ്ണ വിടുതൽ ലഭിച്ചു എന്ന് ഉള്ളവര് മാത്രം ഒന്ന് സാക്ഷ്യം പറഞ്ഞു. ആരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ദൈവിക ആലോചനയുടെ ഒട്ടരും സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവ് പറഞ്ഞു. പ്രൈസ് ലോർഡ് ബ്രദർ. ബ്രദർ നേരത്തെ ഒരു ആലോചന പറഞ്ഞിരുന്നു. രാജൻ എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഹാളിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് എൻ്റെ ഫാദർ ഇൻ ലോ ആണ് ബ്രദറെ. ഇപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയിൽ ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ. അപ്പം ഫാദർ ഇൻ ലോ മരിച്ചു. ബ്രദറിൻ്റെ ഏപ്രിൽ 6 പ്രയറിന് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് ട്രിവാൻഡ്രത്തെ പ്രയറിന് അന്നാണ് ഫാദർ ഇൻ ലോ മരിച്ചു പോയത്. അപ്പോൾ പിന്നെ മോളാണ് ഓഗസ്റ്റിൽ ജനിച്ചത്. ആ ഫോട്ടോയിൽ ഫാദർ ഇൻ ലോയുടെ അടുത്താണ് മോള് ഇരിക്കുന്നത്. ഫാദർ ഇൻ ലോയുടെ പേരാണ് രാജൻ എന്ന്. മോൾ ഓഗസ്റ്റ് 17 ബർത്ത്ഡേ.
അത് ഏറ്റെടുത്ത സിസ്റ്റർ, കർത്താവ് ഒരു സാക്ഷിയാണ് കേട്ടോ. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലെസ്. പറഞ്ഞോ. ഞാന് ഇന്നലെ നമ്മള് രാവിലെ ഞായറാഴ്ച വെളുപ്പിന് നമ്മള് 3 മണിക്ക് പ്രാർത്ഥന, നമ്മുടെ അന്യഭാഷ പ്രാർത്ഥന തുടങ്ങി. 4 മണിയപ്പോൾ അവസാനിപ്പിച്ചു. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രെയർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4:49 ആയപ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ മെസ്സേജ് വന്ന്, അതായത് സൈറൺ അടിച്ചിട്ടാണ് ഡിസാസ്റ്റർ മെസ്സേജസ് എല്ലാവരുടെ ഫോണിലേക്കും വരുന്നത്. കാറ്റും മഴയും ഭീകരമായിട്ട് രീതിയിൽ 6 ജില്ലകളിൽ അടിക്കുന്നുണ്ട്, 24 മണിക്കൂറിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ 3 മണിക്ക് നമ്മൾ പ്രയറിന് എഴുന്നേറ്റ സമയത്ത് തന്നെ നല്ല മഴ തുടങ്ങിയായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ജനൽ തുറന്ന് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ മനസ്സിലോട് ഒരു കാറ്റിനെയും കടലിനെയും കർത്താവ് പകടകയിൽ ഇരുന്നിട്ട് ശാസിച്ച് അത് വെച്ച് ഞാൻ ഉറക്കെ അങ്ങോട്ട് ശാസിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മഴ അങ്ങോട്ട് നിന്ന്. എന്നിട്ട് ഇന്നലെ ഈ പറഞ്ഞ പോലെ കാറ്റും ഇല്ല മഴയില്ല, വളരെ കുറച്ച് സ്വാഭാവികമായിട്ട് ഇന്റർമീഡിയറ്റ് റെയിൻ മാത്രം. സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ട് നന്ദിയോർത്ത് നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും നമ്മുടെ അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. വചനം പറഞ്ഞ കാറ്റിന്റെ മേലും കടലിന്റെ മേലും യേശു അതിനെ ശാസിച്ചതുപോലെ അധികാരത്തെ ഉപയോഗിക്കുക. കർത്താവ് നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. യേശുവിനെ നാമത്തിൽ ഗോഡ് ബ്ലെസ് യു ബ്രദറെ. ഇതേപോലെ നമുക്കും വന്നിരുന്നു, ആ ഇതേപോലെ മെസ്സേജ് നമുക്കും വന്നിരുന്നു. അതെ അതെ, സമയത്ത് തന്നെ പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് നമ്മുടെ മേലെ അധികാരത്തെ ആമേൻ. തീർച്ചയായിട്ടും ബ്രദറെ, പിന്നെ രാഹുലിനെ കൊണ്ട് പറഞ്ഞിരുന്നില്ലേ? രാഹുൽ ആരാ? രാഹുല് എന്റെ ഫ്രണ്ടിന്റെ മകനായിരുന്നു. അവനിപ്പോ ജീവനോടെ ഇല്ല, ദേവദാസനായിരുന്നു. ജീവനോടെ ഉള്ള 26 വയസ്സുണ്ടായിരുന്നു. ജീവനോടെ ഉള്ള ആളുകളോട് ബന്ധപ്പെട്ട സിസ്റ്റർ കേട്ടോ. പ്രൈസ് ദി ലോർഡ് ബ്രദറെ, കേൾക്കാമോ? പറഞ്ഞു. ബ്രദറെ, കഴിഞ്ഞ ഒക്ടോബറിൽ എൻ്റെ മോന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ബ്രദറിനോട് വിളിച്ചു. ബ്രദർ ആ സമയത്ത് തന്നെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ അവനിങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ കുത്താതെ നടക്കുമായിരുന്നു. അപ്പം ആ ഒരു പിറ്റേ ദിവസം തന്നെ കൊച്ച് സൗഖ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച അതിന്റെ ഫോളോ അപ്പ് MRI ഉണ്ടായിരുന്നേ. അപ്പൊ MRIക്കകത്ത് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അവൻ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്തു. അവൻ നേരെ ഒന്നും കാല് കുത്തി നടക്കത്തില്ലായിരുന്നു ബ്രദറെ. ഇപ്പൊ അവൻ കഴിഞ്ഞ ദിവസം ഞങ്ങള് മോളിൽ കൊണ്ടുപോയപ്പോ ഒരു കുഴപ്പമില്ലാതെ അവൻ നേരെ അവന്റെ കാല് കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യമായി. അവനിപ്പോ ഓടുവാണ് ബ്രദറെ. കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ഇത് വലിയൊരു അത്ഭുതമാണ് സഹോദരി പറഞ്ഞത്. അവന് നേരെ ചൊവ്വ നടക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ലേ? ഞൊണ്ട് പോലെയായിരുന്നു അല്ലേ? ഞൊണ്ട് പോലെയായിരുന്നു. അതെ അതെ. കണ്ടോ, കർത്താവിന്റെ വചനം പറഞ്ഞതും ഉടന്തൻ തുള്ളും ചെകിടൻ കേൾക്കും. കണ്ടോ, സഹോദരിയുടെ മോൻ അങ്ങനെയായിരുന്നു. അപ്പൊ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, സർജറി കൂടാതെ അല്ലേ സിസ്റ്ററെ? അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു ചിലപ്പം ബയോപ്സി ചെയ്യേണ്ട വരും, കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ഞാൻ അങ്ങ് തകർന്നു പോയായിരുന്നു ബ്രദറെ. ബ്രദർ ആ പ്രാർത്ഥിച്ച ആ നിമിഷം തൊട്ട് കൊച്ച് കാല് കുത്തി കർത്താവ് അവനെ സൗഖ്യപ്പെടുത്തി. ബ്രദർ ഡോക്ടർ എന്നോട് പറഞ്ഞ വേർഡാണ് അവൻ കംപ്ലീറ്റ്ലി ഹീലായെന്ന്. ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ്, ഒരു വൈറ്റ് ആയിട്ടുള്ള ഡോക്ടർ പറയാ ഹി ഹീൽഡ് കംപ്ലീറ്റ്ലി. ആ നിമിഷം ഞാൻ കരഞ്ഞുപോയി. എനിക്കറിയാം അത് കർത്താവ് തൊട്ടതാന്ന്. തീർച്ചയായിട്ടും മഹത്വം എല്ലാം കർത്താവിനുള്ളതാണ് സിസ്റ്ററെ. ബൈബിൾ പറഞ്ഞ പോലെ ബൈബിൾ പറയുന്ന പോലെ മുടന്തൻ തുള്ളും ചെകിടൻ കേൾക്കും. നമ്മുടെ പൂർണ്ണമായിട്ട് അവനൊരു കുഴപ്പമില്ല. അവൻ പൂർണ്ണമായിട്ട് ഇപ്പൊ കാല് കുത്തി നടക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ്. അവൻ സംസാരിക്കത്തില്ലായിരുന്നു. ഈയിടെയായിട്ട് അവൻ ഈ ഒരാഴ്ചക്കുള്ളിൽ അവൻ അമ്മ എന്ന് പറഞ്ഞു തുടങ്ങി, നോ പറഞ്ഞു തുടങ്ങി, ചെറിയ ചെറിയ വേർഡ്സ് അവൻ പറഞ്ഞു തുടങ്ങി. ബ്രദർ, യേശുവിന്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് ഇന്ന് അവനെ കാല് സൗഖ്യമാക്കി ലിസ്റ്റ് അവനെ പൂർണ്ണമായിട്ടും വിടിവിച്ചിരിക്കുന്നു. അവന് വേണ്ടി വില യേശു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പറയാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ സ്തോത്രം ബ്രദറെ. എനിക്ക് ദൈവം ഇന്ന് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യം പറയാനുണ്ട്. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോ ചേട്ടായിക്ക് ഹസ്ബൻഡിനാണെങ്കിൽ ജോലിക്ക് പോകണം. അപ്പോ മഴയായതും കൊണ്ട് ആരും ജോലിക്ക് വിളിക്കുന്നില്ല. അപ്പോ ഞാനാണെങ്കിൽ ഇങ്ങനെ മുമ്പില് ഫ്രണ്ടില് വന്നിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തില് ഇപ്പോൾ ഈ നിമിഷം തന്നെ ഈ മഴയുടെ മേല് അന്തരീക്ഷത്തിന്റെ മേൽ ദൈവം ഒരത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു. നല്ല അന്തരീക്ഷത്തെ
കർത്താവ് തന്നതിനായി നന്ദി പറയുന്നു. ജോലി മേഖലയിൽ ഇന്ന് തുറന്നു തന്നതിനായി നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10:30 ആയപ്പോ അതുവരെ ആരും വിളിച്ചില്ല, പണിയാൻ വേണ്ടി ആരും വിളിച്ചില്ല. കറക്റ്റ് 10:30 ആയി കഴിഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ചേട്ടായിനെ ജോലി മേഖലയ്ക്ക് വിളിച്ചു. അത് പോരാഞ്ഞിട്ട് മഴയും നിന്നു. രാവിലെ തന്നെ മഴയും നിന്നു, നല്ല വെയിലുമായിരുന്നു ബ്രദറെ. വലിയൊരു അത്ഭുത സാക്ഷിയായ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കേട്ടതുപോലെ സാഹചര്യത്തെ നോക്കരുത്. സാഹചര്യം മഴയായിരിക്കാം, സാമ്പത്തികമായിട്ട് അടഞ്ഞായിരിക്കാം, പിശാച് നമ്മുടെ മനസ്സിൽ വരും നമ്മുടെ അവസാനമാണ്. ഇല്ല, നമ്മൾ ദൈവത്താൽ കാണണം. ഇന്ന് തന്നെ ഞാൻ ആ ദൈവപ്രവർത്തനം പറഞ്ഞ പോലെ തന്നെ ഒരു വിശ്വാസം കൽപ്പിച്ചു കർത്താവിന്റെ നാമത്തിൽ. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്താൽ കാണുകയും കൂടെ ചെയ്യുമ്പോൾ ഒരു യുദ്ധം നമ്മുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് കാണുന്നത് കൊണ്ട് അത് നടക്കും. അതാണെന്ന് കേട്ടതുപോലെ നമ്മളതിനെ പിടിച്ചടക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദറെ, പറഞ്ഞു. ബ്രദറെ, ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് 2 വർഷമായിട്ട് അടുത്ത് ജോലിയില്ലാതിരിക്കുമായിരുന്നു. അപ്പം നേരത്തെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് ആളെ തൊടുന്നു എന്ന് പറഞ്ഞ്. അത് ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ സർട്ടിഫിക്കറ്റ് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കഴിഞ്ഞ ആഴ്ച ജോലി കിട്ടി, ഞാൻ ജോയിൻ ചെയ്തു. ആലോചന നിവർത്തിയല്ലേ ബ്രദറെ? അതെ അതെ. കേട്ട ദൈവത്തിന്റെ ആലോചന, ദൈവം വിശ്വസ്തനാണല്ലോ. കർത്താവ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ഗോഡ് ബ്ലെസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ മഹത്വം എല്ലാം കർത്താവിനുള്ളത്. ആമേൻ. എന്തോ പറഞ്ഞു ബ്രദറെ? ഞാൻ സാക്ഷ്യം മറ്റേ വിമൻസ് മീറ്റിൽ പറഞ്ഞു, എന്നാലും ഇതൊന്നും കൂടി പറഞ്ഞു ബ്രദറിൽ എനിക്ക് പ്രവചിച്ചു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നേ. ഇവിടെ വന്ന് ഒരാഴ്ച ഇങ്ങനെ പേപ്പർ ശരിയാകാൻ വേണ്ടി കാത്തുകൊണ്ടിരുന്ന ഞാൻ ബ്രദറിനോട് പറഞ്ഞായിരുന്നു. അപ്പൊ കഴിഞ്ഞ 1-ാം തീയതി രാവിലെ ഞാനിങ്ങനെ അയ്യോ അതെന്താണ് ഇത്ര വൈകിട്ടും വരാത്തേന്ന് ഓർത്ത് ബ്രദർ പറഞ്ഞോളൂ ഞാൻ വിഷമിച്ച് ഞാൻ അന്ന് രാവിലെ എഴുന്നേറ്റ് കർത്താവ് ഇന്ന് 12 മണിക്കുള്ളിൽ എന്റെ ആ പേപ്പർ ശരിയായി, അവനിന്ന് 12 മണിക്ക് ജോലിക്ക് കയറുന്നു ഇതുപോലെ പറഞ്ഞ് നന്ദിയും പറഞ്ഞ് വചനവും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ മറന്നുപോയി. ആ 12 മണി പറഞ്ഞതും മറന്നുപോയി, എല്ലാം പറഞ്ഞു. പക്ഷെ അന്യഭാഷ ഇങ്ങനെ പറഞ്ഞോണ്ടേ നടന്നു ബ്രദറെ. 11:50 അത്ഭുതകരമായിട്ട് 12 മണിക്ക് എനിക്ക് ജോലിക്ക് കയറണം എന്നും പറഞ്ഞ് മോന് പറയാൻ പോലും സമയമില്ലാതെ മെസ്സേജ് വിട്ടിട്ട് ജോലി കയറി ബ്രദറെ. അതെനിക്ക് ഭയങ്കര ഈ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ അവിടെ അങ്ങ് കരഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു. വെച്ചാൽ എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് എന്റെ ദൈവം എത്ര വിശ്വസം, എനിക്ക് വേണ്ടി ഇത്രയും അത്ഭുതം ചെയ്തു, ഞാൻ ആരാ എന്താന്നോർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 12 മണി എന്ന് പറഞ്ഞാൽ 12 മണിക്ക് തന്നെ ആ ജോലിക്ക് കയറണം. അവന് പറയാനും കൂടി സമയമില്ലാതെ ജോലിക്ക് കയറി ബ്രദർ. അത് ഒരു വലിയ സാക്ഷ്യമായിട്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് വിശ്വസ്തനാണ്. നമ്മളെ മകനെ ആ ദേശത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിശാചിന്റെ ആഗ്രഹം മടങ്ങിപ്പോകുന്നുള്ള, പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം വാഴുക എന്നുള്ളതാണ്. അത് തന്നെ കൽപ്പിച്ചോണം. ഇനിയും പറഞ്ഞോളൂ, താക്കാ പറഞ്ഞ സമയത്ത് തന്നെ അത് കാണുവാൻ കർത്താവ് സഹായിച്ചു. നമ്മൾ വിശ്വാസം പറയുമ്പോൾ വിശ്വാസ കണ്ണുകളിലൂടെ നമ്മൾ കാണുകയും കൂടെ ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കേട്ടില്ല സിസ്റ്ററെ? ദർശനങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അത് വിവേചിക്കാൻ അറിയത്തില്ല. ദർശനങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ പറഞ്ഞ പരിജ്ഞാനത്തിന്റെ വചനം, ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിൽ ഈ 2 കൃപാവരങ്ങളിലൂടെയാണ് നമുക്കത് വ്യാഖ്യാനിക്കുന്ന ദൈവം. അപ്പോൾ ദർശനം കാണുമ്പോൾ പരിശുദ്ധാത്മാവെ അത് വ്യാഖ്യാന വരത്തിലൂടെ എന്നെ സഹായിക്കണമെന്ന് പരിശുദ്ധാത്മാവാണ്. അതാണ് പറഞ്ഞത്, എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ആത്മാവാണ്. നമ്മൾ കാണുന്ന ദർശനങ്ങളെ കർത്താവ് അത് വിവേചിച്ച് എനിക്ക് മനസ്സിലാക്കുവാനുള്ള കൃപാവരത്തെ എന്നിൽ ജ്വലിപ്പിക്കണമെന്ന് പറയണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്കത് മനസ്സിലാകുന്നത് പോലെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാകുന്നത് പോലെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ്. എന്തോ ബ്രദറെ, രാഹുൽ എന്ന് പറഞ്ഞത് എന്റെ ചേച്ചിയുടെ മോനാണ് ബ്രദറെ. ഈ സോമി കേറുന്നതാണ് എന്റെ ചേച്ചി. അവന് വേണ്ടി പ്രാർത്ഥിച്ചോ കേട്ടോ. എന്ന് പറഞ്ഞത് തോന്നുന്നു ബ്രദറെ, ഏപ്രിൽ മാസം. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിൽ മാസത്തിലാണ് ബ്രദറെ. പക്ഷെ ഞങ്ങള് പിണക്കത്തിലാണ് അവനുമായിട്ട്. പ്രാർത്ഥിക്കുക. ദൈവത്തിനെല്ലാം അറിയാമല്ലോ, നമ്മുടെ അവസ്ഥകളെ നമ്മളെ അറിയുന്നൊരു കർത്താവ് നമുക്കുണ്ട്. ദൈവം സഹായിക്കുന്നു കേട്ടോ.
ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ആ ലോർഡ്. ആ പ്രൈസ് പറഞ്ഞു ലോർഡ്. സ്തോത്രം. ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദറെ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 10:30-ക്ക് ശേഷമേ പ്രേയറിന് ശേഷം ഞാനിങ്ങനെ കിടന്നതിന് ശേഷം ഇനി ഉറക്കം വരില്ലായിരുന്നു ബ്രദറെ. പ്രാർത്ഥിച്ചിട്ട് അങ്ങ് കിടന്നപ്പം പിന്നെ എന്ത് ചെയ്ത് ഉറക്കം വരില്ലായിരുന്നു. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് നല്ല പോലെ ഉറക്കം കിട്ടും. ഞാൻ പ്രാർത്ഥന കൂടുമ്പോ തന്നെ ഉറങ്ങി പോവായിരുന്നേ. എന്നാ പ്രാർത്ഥനയ്ക്ക് ശേഷം കിടന്നിട്ട് എന്ത് ചെയ്ത് എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. എന്നാ ഉറക്കം വരാതിരുന്നപ്പോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എഴുന്നേറ്റ് പോയി വേണം, ഉറക്കം വരുന്നില്ല. എന്ത് ചെയ്ത് ഉറക്കം വരുന്നില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ 3-4 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിടക്കും, പിന്നെ എഴുന്നേക്കും. അങ്ങനെ വന്ന് 2 മണി വരെ ആയി ഇങ്ങനെ ഉറങ്ങാതിരുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്നാലും ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വിഷയങ്ങൾ അന്യഭാഷയിലും പ്രാർത്ഥിക്കും, അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അന്ന് വീടിന്റെ വെളിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ആർക്കും മഴക്കെടുതികൾ മൂലം ഒന്നും സംഭവിക്കല്ലേ, എല്ലാവരെയും കാത്തു പരിപാലിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുമുണ്ട്, പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിന്, ഞങ്ങളുടെ ദേശത്തെ അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ജില്ലയിൽ മൊത്തം അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. പിന്നെ അന്യഭാഷയിലും പ്രാർത്ഥിച്ചു. അങ്ങനെ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ അങ്ങനെ ഉറക്കം വരാതെ ഇരുന്ന് 2 മണി വരെ ഇങ്ങനെ ഞാൻ ഉറക്കം വരാതെ ഇരുന്ന് 2 മണി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉറങ്ങി അങ്ങ് പോയി. ലാസ്റ്റ് പ്രാർത്ഥിച്ച് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ബ്രദറെ നേരം വെളുത്ത് ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഫോണെടുത്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു. ഞങ്ങളുടെ അടുത്ത് തൊടുപുഴയില് അടുത്ത് ഇവിടെ ഒരു ഞങ്ങളെ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ചവർണ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഈ മണ്ണൊലിച്ചിലുണ്ടായി. ഒരു വീട് മുഴുവൻ പോയി. ഒരു വീടിന്റെ പകുതി പോയി. പിന്നെ അവിടെയുള്ള ദൈവം സഹായിച്ച് അവിടെയുള്ള ഒരു ജീവഹാനി ഒന്നും വരാനായിട്ട് ഇടയായില്ല. നിസാര പരിക്കുകൾ മാത്രം ഒരാൾക്കുണ്ടായി എന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ അടുത്ത്. അപ്പൊ ഞാൻ ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു. ദൈവമേ, എനിക്ക് ഉറക്കം വരാതിരുന്നത്, ഉറക്കം ദൈവം എനിക്ക് തരാതിരുന്നത് ഇങ്ങനെ തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മളെ അനേകരുടെ ഇടയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ നിർബന്ധിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഓരോ ദർശനങ്ങൾക്കകത്തും ഓരോ കാഴ്ചകളെയും നിങ്ങൾ അതിൽ വളരണം. നമുക്കത് വ്യക്തമായി ദർശനങ്ങളിലേക്ക് വരുവാൻ ഇടയായിത്തീരുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് ഇതെല്ലാം ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ ചിലപ്പോൾ നിർബന്ധിക്കും, ചിലപ്പോൾ ദൈവം പ്രാർത്ഥിക്കാൻ നിയോഗങ്ങൾ തരും, പല കാഴ്ചകൾ തരും. ഇതെല്ലാം ശ്രദ്ധിച്ച് ഒരേ കാഴ്ചകൾ നിങ്ങൾ എഴുതി വെക്കുക. അതിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കുക. പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ ഇടയായിത്തീരും. ഞാനിപ്പോൾ തൽക്കാലം